മതം എന്ന് പറയുന്നത് എൻ്റെ മോണപ്പൊടിയൊന്നുമല്ല. ക്രിസ്തു മതത്തെക്കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ മതത്തെക്കുറിച്ച് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റും. സ്കൂട്ടർ പകുതി വിലയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പകുതി വില കൊടുത്തിട്ട് കൊണ്ടുപോയില്ലേ. ഈ രാഷ്ട്രീയക്കാരെല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കും. അബോഷൻ്റെ ഒരു ഡാറ്റ ഉണ്ടായിരുന്നു. വേൾഡ് വാർ സെക്കൻഡിന് ശേഷം 1 ബില്യൻ്റെ ഒക്കെ മുകളിലുണ്ട്. ഓൾമോസ്റ്റ് 2 ബില്യൺ കുട്ടികളെങ്ങനെ അബോഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ നെട്ടി ആ ഡാറ്റ കണ്ടപ്പോൾ. നമുക്കൊരു പാട്ട് ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നല്ല ഒന്നാം തരമായിട്ട് ഒരെണ്ണം ഇങ്ങോട്ട് ഇട്ട് തരികയാണ് മലയാളത്തിൽ. ആ മലയാളം എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ നമുക്കത് തിരുത്തിയാൽ മതി. ജനമുള്ളടത്തെ മാർക്കറ്റുള്ളൂ. അതെ അതെ, ഇന്ത്യ വലിയൊരു മാർക്കറ്റ്, വലിയൊരു മാർക്കറ്റല്ലേ. അയോധ്യയിൽ രാമക്ഷേത്രം പണിതല്ലോ, പക്ഷെ അയോധ്യ സീറ്റ് പുള്ളിക്ക് നിലനിർത്താൻ സാധിച്ചില്ല. ഹായ് ഓൾ, വെൽക്കം ടു എർച്ചി പോഡ്കാസ്റ്റ്. നമ്മളെല്ലാവരും പല വിഷയങ്ങളെ പറ്റിയും അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാനാണെങ്കിലും ഫാരിസാണെങ്കിലും ഫൈസലാണെങ്കിലും നമ്മൾ പല വിഷയങ്ങളും അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് നമ്മൾ പല റിലീജിയനെ പറ്റി സംസാരിക്കണം, പല റിലീജിയനെ പറ്റി അറിയണം. നമ്മളെ വ്യൂവേഴ്സ് ആണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു അറിവ് ഉണ്ടാവണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഫാദർ തോമസ്. അപ്പോൾ ഫാദറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഫാദറിനോട് ചോദിക്കാന്ന് വെച്ചാൽ, ഫാദർ എങ്ങനെയാണ് ഈ ഒരു ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ഇപ്പോൾ ഫാദർ ഇപ്പോൾ സെമിനാറിലൊക്കെ ജോയിൻ ചെയ്ത് ചെറുപ്പത്തിൽ ഇങ്ങനെ തുടങ്ങിയതായിരിക്കും. അപ്പോൾ ഫാദറിൻ്റെ ആ ജേണി എങ്ങനെയാണ്, ഫാദർ എങ്ങനെയാണ് ഈ ഒരു പാത്ത് ചൂസ് ചെയ്തെന്നൊക്കെ അറിയാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മൾ ജനിച്ചു വീഴുന്നത് കേരളത്തിൽ പലപ്പോഴും ഒരു മതത്തിലായിരിക്കുമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഞാനും ഒരു മതത്തിലാണ് ജനിച്ചു വീണത്, ക്രിസ്തീയ മതത്തിലാണ് ജനിച്ചു വീണത്. അപ്പോൾ ക്രിസ്തീയ മതത്തിൽ ഒരുപാട്, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. എല്ലാവരും തന്നെ ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നതാണ്. അതിൽ ബഹുഭൂരിപക്ഷം ഡിവിഷൻസും അതിൽ വ്യത്യാസങ്ങളുണ്ട്. യഹോവ സാക്ഷികൾ എന്നൊക്കെ പറയുന്നവർ ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നവരല്ല. അപ്പോൾ അതിൽ ആ വിഭാഗത്തിൽ കത്തോലിക്ക സഭയിൽപ്പെട്ട വ്യക്തിയാണ്. കാരണം ഒരു AD ആരംഭം മുതൽ തന്നെ ഉള്ള സ്റ്റാർട്ടിങ് കത്തോലിക്ക സഭയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ട് പല സമയത്ത് പിരിഞ്ഞു പോയിട്ടുള്ള മറ്റ് ഏതാണ്ട് 2000-ൽ പരം ഡിനോമിനേഷൻസ്, വിവിധ സഭകളുണ്ട്. നമ്മൾ പെന്തക്കോസ്റ്റ് എന്നൊക്കെ പറയുന്ന സഭ, അതുപോലെ ഒരുപാട്. അപ്പോൾ ഞാൻ കത്തോലിക്ക സഭയിലാണ് ജനിച്ചു വീണത്. ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫാമിലിയിലാണ്. അപ്പോൾ ആ ഓർത്തഡോക്സ് ഫാമിലിയിൽ നമ്മൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമ്പോൾ അച്ഛൻ നിന്ന് പ്രസംഗിക്കുന്നു, ഒത്തിരി ആളുകൾ അച്ഛനെ കേൾക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെ ആകണമെന്ന് ചെറുപ്പം മുതലേ ഒരാഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വലിയ ബഹുമാനം അച്ഛന് കിട്ടുന്നു, എല്ലാവരും എല്ലായിടത്തും റെസ്പെക്റ്റ് അങ്ങനെ ഉള്ള ഒരു. അപ്പോൾ നമുക്ക് ഉള്ളിലൊരാഗ്രഹം ഉണ്ടായി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വൈദികനാകാനായിട്ട് അച്ഛനാകാനായിട്ട് വന്നു. പക്ഷെ ഇതിനകത്ത് കത്തോലിക്ക സഭയിൽ 3 തരത്തിലുള്ള ലൈഫ് സ്റ്റൈലുകളാണ്. ഒന്ന് മാരീഡ് ലൈഫ്, കുടുംബജീവിതം. രണ്ടാമത്തേത് ഈ ഇടവകളിലിരിക്കുന്ന വൈദികർ. ആ ഓർഗനൈസേഷൻ വരുന്നെങ്കിൽ ഇടവക വൈദികർ, അവർ വരുന്നത് രൂപത എന്ന് പറയും, ഡൈസിസ്. ആ ഡൈസിസിൽ നിന്നുമാണ് ബിഷപ്പിൻ്റെ കീഴിൽ വൈദികർ. ഈ വൈദികരെല്ലാം ഇടവകളിലായിരിക്കും. ഇടവകൾ എന്ന് പറയുന്നത് ഒരിടവക എന്ന് പറയുന്നത് 500 ഫാമിലി, അല്ലെ 1000 ഫാമിലി, 2000 ഫാമിലി, 3000 ഫാമിലി, അങ്ങനെയുള്ള ഒരിടവക. ഇടവകന്റെ ഇടയിൽ ഒരു പള്ളി ഉണ്ടാവും. ആ ഇടവക എന്ന് പറയുന്ന ഒരു പള്ളിയാണ്. പള്ളിയുടെ സമീപത്ത് തന്നെ അച്ഛൻ താമസിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആ ഇടവക പള്ളിയിലെ വികാരിയച്ഛൻ, വികാർ ഒരച്ഛനായിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് അച്ഛനെ കാണുന്നത്, നമ്മൾ കുട്ടികളായിരിക്കും. അപ്പം ഞാനങ്ങനെ അച്ഛനാകാനായിട്ട് വന്നു. പക്ഷെ അന്ന് നമുക്ക് ഇതിൻ്റെ ഡിവിഷൻ അറിയത്തില്ല കൃത്യമായിട്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കും. പക്ഷേ അന്ന് അത് കഴിഞ്ഞ് ഞാൻ അച്ഛനാകാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു സന്യാസ സഭയാണ്. അപ്പം ഞാൻ പറഞ്ഞു 3 തരത്തിലുള്ള ലൈഫ് സ്റ്റൈലാണ് കത്തോലിക്ക സഭയിലുള്ള. ഒന്ന് മാരീഡ് ലൈഫ്, രണ്ടാമത്തേത് ഇടവക വികാരിമാർ, ബിഷപ്പ്, ആ ഒരു രണ്ടാമത്തെ സ്റ്റൈൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ബ്രാഞ്ച് എന്ന് പറയും. മൂന്നാമത്തേത് സന്യാസം എന്ന് പറയും. ഈ സന്യാസത്തിൽ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും ഉണ്ട്. ഇതിൻ്റെ ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടമായിട്ട് ജീവിക്കുകയാണ്. ഒരാശ്രമം എന്നാണ് പറയുന്നത്. അച്ഛന്മാർ താമസിക്കുന്ന, സന്യാസികൾ താമസിക്കുന്ന ഭവനത്തിന് പറയുന്നത് ആശ്രമം എന്നാണ്, മോണസ്ട്രി. അതുപോലെ തന്നെ സ്ത്രീകൾ
സന്യാസം ജീവിക്കുന്നവർ പറയുന്നത് മഠമെന്നാണ്. അവർക്ക് അത് സന്യാസം തന്നെയാണ്, സ്ത്രീകൾ എപ്പോഴും സന്യാസമാണ്. അപ്പോൾ അവർ കൂട്ടമായിട്ട് താമസിക്കുന്ന സ്ഥലത്തിന് മഠം എന്ന് പറയുന്നു. അപ്പോൾ ഈ സന്യാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെന്ന് പറയുന്നത് 3 വ്രതങ്ങളാണ്. 3 വ്രതങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യണം. ഒന്ന് അനുസരണം. അനുസരണം എന്ന് പറഞ്ഞാൽ മേലധികാരിയെ അനുസരിച്ച് കൊള്ളാം. മേലധികാരി നാളെ എനിക്കൊരു ട്രാൻസ്ഫർ തന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടാണെങ്കിലും പോകണം. ആഫ്രിക്കയാണെങ്കിൽ ആഫ്രിക്ക, അല്ലെ അമേരിക്ക ആണെങ്കിൽ, അല്ലെ പഞ്ചാബാണെങ്കിൽ പഞ്ചാബ്, എവിടെയായാലും പോകണം. ഞാൻ പഞ്ചാബിലുമൊക്കെ പോയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. എവിടെ അനുസരണം എന്ന് പറയുന്നത് അത് വ്രതമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് ബ്രഹ്മചര്യമാണ്. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അവൈലബിലിറ്റി അത് മറ്റുള്ളവർക്ക് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ മാരേജ് ലൈഫ് മാറ്റിവെക്കുന്നു. അതൊരു അത് കത്തോലിക്ക സഭയിൽ അത് ഒരു ദൈവ വിളിയാണ്. സന്യാസം പോലെ പൗരോഹിത്യം പോലെ തന്നെയുള്ള ഒരു വിളിയാണ് ദൈവവിളി. ദൈവം എന്തിനാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിനായിട്ടുള്ള ഒരു മാർഗമാണ് ഇത് 3. ഈ കുടുംബജീവിതവും അത് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളത് സ്വീകരിക്കുക. അപ്പം ഈ സന്യാസം സ്വീകരിക്കുന്ന ഒരു വ്യക്തി ബ്രഹ്മചര്യം സ്വീകരിക്കുന്നു. ബ്രഹ്മചര്യം സ്വീകരിക്കുന്നത് പൂർണ്ണമായിട്ടും തന്നെ കൊടുക്കുന്നതിന് വേണ്ടി. ഇപ്പം നമുക്കറിയാം വാജ്പേയി ഉണ്ട്, അല്ലെ അബ്ദുൽ കലാം ഉണ്ടായിരുന്നു. ഇവരൊന്നും വിവാഹം കഴിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിന് വേണ്ടി. അപ്പം കുടുംബമുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണം, ഇല്ലേ? അപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്നെല്ലാം മാറി ജീവിച്ചു കൊള്ളാം എന്ന് നമ്മൾ വ്രതമെടുക്കുകയാണ്. അത് ദൈവത്തോടാണ് ചെയ്യുന്നത്, മനുഷ്യരോടൊന്നുമല്ല ഈ വ്രതങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല അല്ലേ? ഏതാ ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടായി തോന്നൂല ആ ഒരു ലൈഫ് സ്റ്റൈല് ബ്രഹ്മചര്യത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഏറ്റവും പ്രയാസമുള്ള വ്രതം എന്ന് പറയുന്നത് ബ്രഹ്മചര്യമാണ്. ഏറ്റവും പ്രലോഭനമുണ്ടാകുന്ന വ്രതവും ബ്രഹ്മചര്യം തന്നെയാണ് ഏറ്റവും. പിന്നെ ഉള്ളത് വേറൊരു വ്രതം എന്ന് പറയുന്നത് ദാരിദ്ര്യം എന്ന് പറയും. വൗ ഓഫ് പോവർട്ടി എന്ന് പറയും. വൗ ഓഫ് പോവർട്ടി. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഒരു സാധനവും വേസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ഒരു അക്കൗണ്ടും പാടില്ല. ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം ആദ്യമേ ക്രൈസ്തവർ ജീവിച്ചത് അങ്ങനെയാണ്. റോമിലൊക്കെ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അന്നൊരു 300 വർഷക്കാലം 312 വർഷക്കാലം റോമൻ ചക്രവർത്തിമാർ കൊളോസിയോ എന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടാകും കൊളോസിയോ, ഭയങ്കര സ്റ്റേഡിയം ആണ്. ഇങ്ങനെ സിംഹക്കുഴിയിലേക്ക് ക്രിസ്ത്യാനികളെ കൊണ്ടിട്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ നീറോ ചക്രവർത്തി പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളാണ് റോമിന് തീ വെച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ പീഡനമായിരുന്നു. അങ്ങനെ അപ്പോൾ അവർ താമസിച്ചിരുന്നത് ഈ ഭൂമിക്കടിയിലായിരുന്നു. ഈ ചക്രവർത്തിമാർ ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. വലിയ ഭൂമിക്കടിയിൽ പള്ളിയും അവർ താമസിച്ച സ്ഥലം. അപ്പോൾ ഇവരെല്ലാവരും ഇവർക്ക് എല്ലാം പൊതുവായിട്ടാണ് കരുതിയിരുന്നത്. അപ്പോൾ സന്യാസത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക എന്ന് പറഞ്ഞത് ഈ പൊതുവായിട്ടുള്ള ജീവിതമാണ്. പൊതുവെന്ന് പറഞ്ഞാൽ ഒന്നും സ്വന്തമില്ല, ആർക്കും സ്വന്തമില്ല. എനിക്കിപ്പം ബൈപ്പാസ് സർജറി വേണം, അല്ലെങ്കിൽ എൻ്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വേണം, എനിക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ പൊതു ഖജനാവിൽ നിന്നും തരും. ഇതാണ് യഥാർത്ഥത്തിൽ കാൾ മാർക്സ് വിഭാവനം ചെയ്ത കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസത്തിന് ഏറ്റവും നല്ല മാതൃകയാണ് ഞങ്ങളുടെ. പക്ഷേ ഇതൊരു നിർബന്ധിത കമ്മ്യൂണിസം നിർബന്ധിതമായപ്പോഴാണ് ഇത് പ്രശ്നമായത് കമ്മ്യൂണിസത്തിൽ. ഇപ്പം യഥാർത്ഥ കമ്മ്യൂണിസം ഒന്നുമില്ല. കാൾ മാർക്സും എംഗൽസും കൂടെ വിഭാവനം ചെയ്ത കമ്മ്യൂണിസമേ ഇല്ല. ഇപ്പം ഇവിടെ എല്ലാവർക്കും സ്വന്തമായിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. പിണറായി വിജയനായാലും കൊള്ളാം, എല്ലാവർക്കും ഉണ്ട്, അല്ലേ? അതൊന്നുമല്ല യഥാർത്ഥത്തിൽ കാൾ മാർക്സ് വിഭാവനം ചെയ്ത കമ്മ്യൂണിസം. അപ്പോൾ ആ കമ്മ്യൂണിസം ഇന്ന് യഥാർത്ഥത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ സന്യാസത്തിലേ കാണാൻ പറ്റത്തുള്ളൂ. അത് വർക്കലയിലെ സന്യാസം അത് തന്നെയാണ്, ഹിന്ദുക്കളുടെ ഇടയിലുള്ള സന്യാസം അത് തന്നെയാണ്. ഈ 3 വ്രതങ്ങളിൽ പ്രത്യേകിച്ച് ഈ ദാരിദ്ര്യ വ്രതം നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, ബാങ്ക് അക്കൗണ്ട് ഒന്നും പാടില്ല. ഇറ്റ്സോ ഫാക്ടോ ഞങ്ങൾ ഔട്ടാണ്. ബാങ്ക് അക്കൗണ്ട് ഉണ്ടായാൽ ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സോ ഫാക്ടോ. അത് എല്ലാത്തിനകത്തും എന്താ പറയുന്ന കള്ളത്തരങ്ങൾ കാണിക്കുന്നവരുണ്ടാകാം. മനുഷ്യരാണോ അതിനകത്ത് കള്ളത്തരം? നമ്മളിതിനകത്ത് വന്നിരിക്കുന്നത് സത്യസന്ധമായിട്ട് ജീവിക്കാനാണ്.
അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനകത്ത് വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. ശരിയല്ലേ? ഞാൻ പക്ഷേ എങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അപ്പോൾ അച്ഛൻ ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക? ഇവിടുത്തെ ആൾക്കാരാണ് അതൊന്നും നോക്കാതോ? അല്ല, ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ സന്യാസ സഭ എന്ന് പറയുന്നത് ഒരാൾ സ്ഥാപിക്കുന്നതായിരിക്കും, ഒരാൾ തുടങ്ങും. ഇപ്പം കൽക്കട്ടയിലെ മദർ തെരേസ ഒരു സന്യാസ സഭയിലെ അംഗമായിരുന്നു. പക്ഷേ ഈ കൽക്കട്ടയിലെ തെരുവുകളിൽ ഇങ്ങനെ ആളുകൾ എന്താ പറയുന്നത്, കുഷ്ഠരോഗവും ഒന്നും ഇല്ലാതെ മനുഷ്യരിങ്ങനെ ജീവിച്ചു കഴിഞ്ഞപ്പം വലിയ ടീച്ചറായിരുന്ന സ്ത്രീ അത് ഉപേക്ഷിച്ചിട്ട് വേറൊരു ജീവിത ശൈലിയിലേക്ക് വന്നു. ഇങ്ങനെ അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത്, അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അപ്പോൾ മദർ തെരേസ ഒരു സ്ഥാപനം തുടങ്ങി, ഒരു സഭ തുടങ്ങി. അവിടെ പെൺകുട്ടികൾ, കത്തോലിക്ക പെൺകുട്ടികൾ ചേർന്നു. ഇവിടെയുണ്ട് ഇപ്പം ഈ പോളണ്ടിലും അതിൻ്റെ ബ്രാഞ്ച് ഉണ്ട്. ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ വിസയൊന്നുമില്ല, TRC ഒന്നും എല്ലാം നഷ്ടപ്പെട്ടു, നടക്കത്തുമില്ലാത്ത ഒരു മനുഷ്യന് എങ്ങും ജോലിയില്ല, എന്നിട്ട് ഇപ്പോൾ അവിടെ വന്ന് താമസിച്ചിരിക്കുകയാണ്, ഇറ്റലിക്കോ എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി. അപ്പം അങ്ങനെ ഉള്ള അഭയാർത്ഥികൾക്കായിട്ട് ഉള്ള ഭവനങ്ങൾ കൽക്കട്ടയിലെ മദർ തെരേസ തുടങ്ങിയ സ്ഥാപനത്തിൻ്റെ വിവിധ ബ്രാഞ്ചുകൾ ലോകം മുഴുവനുമുണ്ട്. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ സഭ തുടങ്ങിയത് 15-ാം നൂറ്റാണ്ടിലാണ്. 15-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ഇത് ഒരു ജോൺ ഓഫ് ദ ക്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം വലിയൊരു കവിയൊക്കെ ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെ തുടങ്ങിയ ഒരു സന്യാസഭയാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ പ്രവർത്തനത്തിനുമാണ്. ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ നേരം ധ്യാനമുണ്ട്. ധ്യാനിക്കുക, ഏകാന്തതയിലിരുന്ന് ദൈവത്തിന് നന്ദി പറയുക, അതുപോലെ തന്നെ ദൈവത്തെ സ്തുതിക്കുക. ഇതാണ് ധ്യാനം എന്ന് പറയുന്നത്. നമ്മൾ ബുദ്ധൻ്റെയൊക്കെ അത് തന്നെ ധ്യാനം എന്ന് പറയുന്നത് അതാണ്, നിശബ്ദതയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദൈവവുമായിട്ട് സംഭാഷണം ചെയ്യുക. മോർണിംഗിൽ യോഗയൊക്കെ ചെയ്യുന്ന പോലെ യോഗ ചെയ്യുന്നതല്ല, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് യോഗയല്ല. യോഗ എന്ന് പറയുന്നത് ഈ മെഡിറ്റേഷനെ സഹായിക്കുന്നതെന്നാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. അതൊന്നും ഒരു നെസസറി ആയിട്ടുള്ള ഒരു കാര്യമല്ല യോഗ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. യോഗ ചെയ്ത് പ്രാണായാമമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മെഡിറ്റേഷന് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ദൈവവുമായിട്ട് സംഭാഷണം നടത്തുന്നു. അതാണ് മെയിനായിട്ട് ഞങ്ങളുടെ. അപ്പം നമ്മൾ നടക്കുന്ന വഴിയിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നടക്കുക എന്നുള്ള ഒരു ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കുക എന്നാണ് പറയുന്നത്. നമുക്ക് നടക്കുമ്പോഴും പ്രാർത്ഥിക്കാം, ഓരോ സെക്കൻഡിലും ദൈവമേ നന്ദി എന്ന് പറയാം. ഈ പ്രാർത്ഥനയിൽ 2 കാര്യങ്ങളേ ഉള്ളൂ, 2 ഘടകങ്ങളേ ഉള്ളൂ പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് ആര് പ്രാർത്ഥിച്ചാലും, ഒന്ന് ദൈവത്തെ സ്തുതിക്കുക, അത് നന്ദിയുടെ രൂപത്തിലായാലും സ്തുതിയുടെ രൂപത്തിലായാലും അല്ലെങ്കിൽ ആരാധനയുടെ രൂപത്തിലായാലും അതിന് പറയുന്നത് നന്ദി എന്നാണ് പറയുന്നത്. ദൈവത്തെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അതിന് നന്ദി എന്ന് പറയും. പിന്നെ പ്രാർത്ഥനയുടെ വേറൊരു ഘടകം എന്ന് പറയുന്നത്, വേറൊരു വശം എന്ന് പറയുന്നത് യാചനയാണ്. എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് പഠിക്കുന്നതിന് ബുദ്ധി വേണം, അല്ലെ പഠിച്ചതെല്ലാം ഓർക്കാനായിട്ടുള്ള ഇത് നൽകണം എന്നൊക്കെ പറഞ്ഞ് എന്തും യാചിക്കുന്നു, ചോദിക്കുന്നു, ദൈവത്തോട് ചോദിക്കുന്നു. ദൈവത്തിന് സമയമാകുമ്പോഴേ തരത്തുള്ളൂ, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇത് രണ്ടുമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ ചിട്ടപ്പെടുത്തി പ്രാർത്ഥിക്കാം, നമ്മുടെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ സ്വയം പ്രേരിതമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തും നമുക്ക് ചോദിക്കാം. ഇതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ആണ് പ്രാർത്ഥന. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം സ്ഥാപിച്ചതാണ് ഈ ഒരു ശൈലിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളെ. ഇവിടെയെല്ലാം നമ്മൾ ഒരുപാട് സന്യാസ സഭകളുണ്ട്. ഈ സന്യാസ സഭകളുടെ എല്ലാം കേന്ദ്രബിന്ദു ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ പോലെ ജീവിക്കുക എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ക്രിസ്തുവിനെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുക എന്നാണ്. മതം എന്ന് പറയുന്നത് സ്നേഹമാണ്, സ്നേഹമാണ് മതം. ഈ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് പാദങ്ങൾ കഴുകുവാനായിട്ട് സാധിക്കും. ഞാനൊരു ഒരു സ്റ്റാൻസ, ഞാനൊരു പാട്ടിൻ്റെ ഒരു ഭജനായിട്ടാണ് അത് പാടുക. എന്നിലെ ഞാൻ മരിക്കണം, യേശുവിൽ ലയിക്കണം, പാദങ്ങൾ കഴുകണം, പാപിയാണെന്ന് ഓർക്കണം, വാശി എന്നിൽ മാറണം, യേശു എന്നിൽ വാഴണം. ഞാൻ കുറേ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കവിതകൾ ONV കുറിപ്പിനൊക്കെ അറിയാവുന്നതാണ്. ഈ ജോൺ ഓഫ് ദ ക്രോസ് എന്ന് പറയുന്ന വലിയ കവിയാണ്, സ്പെയിനിൻ്റെ ആസ്ഥാന കവിയാണ്. അദ്ദേഹം എഴുതിയ ചില പാട്ടുകളൊക്കെ ഞാൻ
മലയാളത്തിലേക്ക് വന്നു. അത് ലക്ഷങ്ങളാക്കി. ഷാജി തുമ്പേച്ചെറിയൽ എന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, അല്ല ട്യൂൺ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അമ്മയമ്മേതായ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പാട്ടുകളൊക്കെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ഇടയിൽ ഒരു പാട്ട്, ഞാൻ എഴുതിയിരിക്കുന്ന ഈ പാട്ട് ക്രിസ്തു എന്ന് പറഞ്ഞില്ല, ദൈവം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത്. മധുരിക്കുന്ന അഗ്നിയെ, ദൈവത്തെ വിളിക്കുന്ന മധുരിക്കുന്ന അഗ്നിയെ എന്നൊക്കെയാണ് ഉള്ള ആ കൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള. അപ്പം ക്രിസ്തു എല്ലാവരുടെയും മാതൃക. അപ്പം ഈ സന്യാസത്തിലെ 3 വ്രതങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ 3 വ്രതങ്ങൾ ജീവിക്കുക. എനിക്ക് വേണമെങ്കിൽ എനിക്കിവിടെ നിന്ന് ഇപ്പം ഞങ്ങൾക്ക് കുർബാന പണം എന്നൊക്കെ പറയും, ജനങ്ങൾ കുർബാന ചൊല്ലുന്നതിനൊക്കെ പൈസ തരാം. എനിക്കതിനൊന്നും കൃത്യ അക്കൗണ്ട് ഇല്ലാതെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് പറഞ്ഞാൽ അച്ഛനായി കഴിഞ്ഞാൽ പിന്നെ കുടുംബവും ഇല്ല, ബന്ധവും ഇല്ല. ബ്ലഡ് റിലേഷനുണ്ട്, പക്ഷേ പ്രത്യേക മമത ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ഒരേപോലെ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഇത്തിരി അമ്മയപ്പനും ഒക്കെ മരിക്കുമ്പോഴോ അല്ലെ അവരെ കാണാനോ ഒക്കെ പോകണം, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു സഹായം ചെയ്യുക എന്ന് പറയുന്നത് അവർ ദരിദ്രരാണ്, അവരെ സഹായിക്കാം. അതിനേക്കാൾ ദരിദ്രരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതാണ് നീതി. കുടുംബത്തിൽ പിറന്ന ആൾക്കാരായതുകൊണ്ട് അവർക്കൊരിക്കലും ഒരു പ്രയോറിറ്റി കൊടുക്കരുത്. അവരാണ് ഏറ്റവും നീതിപൂർവ്വം നമ്മൾ ചിന്തിക്കുമ്പോൾ അവരാണ് ദരിദ്രരെങ്കിൽ അവർക്ക് കൊടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഏറ്റവും വലിയ അധികാരിയുടെയും കൂടെ അനുവാദം ഉണ്ടായിട്ടാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഇതിനകത്ത് കള്ളത്തരവും കാണിക്കുന്നവരുണ്ടാകാം. ഏത് പ്രസ്ഥാനത്തിനകത്തും യേശു ക്രിസ്തുവിൻ്റെ കൂടെ 12 പേരിലുണ്ടായിരുന്നതിൽ ഒരുവൻ യൂദാസ് ആയിരുന്നല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമാണ് മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നന്മയും തിരഞ്ഞെടുക്കാം, തിന്മയും തിരഞ്ഞെടുക്കാം. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. നമ്മൾ അതിന് ഓരോന്നിനും നമ്മൾ അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ട് ഇല്ലേ? നന്മ തിരഞ്ഞെടുത്താൽ അതിൻ്റെ നേട്ടമുണ്ട്, തിന്മ തിരഞ്ഞെടുത്താൽ അതിൻ്റെ തിക്തഫലങ്ങൾ നമ്മൾ അനുഭവിക്കണം. ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അങ്ങനെയാണ്. ഇപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരു രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടെ ഇപ്പം കറണ്ടായിട്ട് നടക്കുന്നത്. കേരളത്തിൽ എത്ര വന്നാലും പഠിക്കത്തില്ല. 35,000 പേരാണ് സ്കൂട്ടർ പകുതി വിലയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പകുതി വില കൊടുത്തിട്ട് കാത്തിരുന്നു. കൊണ്ടുപോയില്ലേ? ഈ രാഷ്ട്രീയക്കാരെല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു. എല്ലാവരും ഈ നമ്മുടെ എന്ന് പറഞ്ഞതുപോലെ തിന്മ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലുതാണ്. ദൈവം അതുകൊണ്ടാണ് എത്തേയിസ്റ്റുകളുള്ളത് അല്ലേ? മതം വിടുന്നവരെ നമ്മൾ ബഹുമാനിക്കണം, എല്ലാവരെയും ബഹുമാനം. നമ്മൾ മറ്റുള്ളവൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു. ദൈവം നമ്മളെ ബഹുമാനിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. നമ്മൾ പോളണ്ടിലും അതുപോലെ തന്നെ ഞാൻ 28 വർഷം മുമ്പ് തന്നെ ഈ യൂറോപ്പ് മൊത്തം, അന്നൊക്കെ പോളണ്ട് ഭയങ്കര ദരിദ്രമാണ്. ഇന്നിപ്പം പോളണ്ടാണ് GDP-യിൽ ഏറ്റവും ഉയർന്നു വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നുമാണെങ്കിലും ഒരു 28-30 വർഷം മുമ്പ് മുതൽ നമ്മൾ കാണുന്നത് യൂറോപ്പും അമേരിക്കയും ഓസ്ട്രേലിയയും ഒക്കെ നമ്മൾ കാണുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതാണ്. ശരിയല്ലേ? നമ്മളൊരു ബസ്സിൽ കയറിയാൽ ഇവിടെ കയറി നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇവിടെ ഒരു മനുഷ്യനും മിണ്ടത്തില്ല, വർത്തമാനം പറയത്തില്ല. വർത്തമാനം പറയാൻ പാടില്ല. വലിയ വെള്ളിയാഴ്ച വൈകുന്നേരമോ അല്ലെ ബാക്കിയുള്ളൊരു പുസ്തകം വായിക്കാതിരിക്കാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം, ഫോൺ കേൾക്കാതിരിക്കാം. അതെല്ലാം ഇയർഫോൺ വെച്ചാണ് കേൾക്കേണ്ടത്. കാരണം മറ്റുള്ളവനെ ദ്രോഹിക്കുന്ന ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല. എന്നാൽ അമിതമായ സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെ വേഷം ധരിച്ചു വേണമെങ്കിലും ഇവിടെ നടക്കാം, വേഷമില്ലാതെ നടക്കാം. ശരിയല്ലേ? പക്ഷേ മറ്റുള്ളവനെ ബഹുമാനിക്കണം, അവനെ ആദരിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുക. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമാണ്. നന്മ മാത്രം തിരഞ്ഞെടുക്കുന്ന സ്വാതന്ത്ര്യമല്ല. അത് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ദൈവം എന്ന് പറയുന്നത് നന്മ മാത്രം തിരഞ്ഞെടുക്കുന്ന ഇതാണ്. ദൈവത്തിന് അങ്ങനെ പറ്റത്തുള്ളതാണ് പറയുന്നത്. നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇതെല്ലാം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുന്നു. ഇപ്പം നിങ്ങൾ ഇസ്ലാം മത വിശ്വാസികളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ
അല്ലേ? അപ്പം ഈ അള്ളാ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് നിങ്ങളുടെ മുഴുവനും ഖുറാൻ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അത് ഞങ്ങൾ ചെറുപ്പത്തിലാണ് പഠിക്കുന്നത്. ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു ഭാഗമാണ്. ഈ അച്ഛൻ പഠിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഇടവകയിൽ ഇരുന്നിട്ടാണ് പഠിച്ചത്. അതാ ഈ സന്യാസത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് 13 വർഷമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ 13-14 വർഷമാണ് ആശ്രമത്തിൽ തിയോളജി കോളേജ് ഉണ്ട്. ആ കോളേജിൽ ഭാഗമായിട്ട് മറ്റു മതങ്ങളെ പറ്റിയിട്ടും എല്ലാം പഠിക്കണം. ഞങ്ങളൊക്കെ ഫിലോസഫിയിൽ ഡിഗ്രി എടുത്തിരിക്കുന്ന ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെയാണ്. എല്ലാ മതങ്ങളും ഞങ്ങൾ പഠിക്കണം. പിന്നെ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം, മതം എന്ന് പറയുന്നത് എൻ്റെ മോണോപ്പൊളിയൊന്നുമല്ല. ക്രിസ്തു മതത്തെക്കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ മതത്തെക്കുറിച്ച് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പണ്ഡിതനാണ്, ഈ മതത്തിൽ എനിക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്കതിന് ഇപ്പം നമ്മളൊരു യൂണിവേഴ്സിറ്റി, ഇപ്പം ഞാൻ കോപ്പർനിക്കസ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിപ്പിക്കാൻ പോകുന്നു. ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് പോകുന്നു. എനിക്ക് ഭയങ്കര ഒരു ത്രില്ലായി പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ജോഗ്രഫി ടീച്ചർ ഒരു ഹിന്ദു ടീച്ചറായിരുന്നു. അപ്പം ടീച്ചർ എന്നോട് ചോദിച്ചു, ആദ്യമായിട്ട് ലോകം ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ലായിരുന്നു, തലയാഴ്ച പഠിപ്പിച്ചതാണ്. അപ്പം കോപ്പർനിക്കസ് ആണ്. കോപ്പർനിക്കസ് എന്ന് പറയുന്നത് ഈ പോളണ്ടിലെ ഒരു അച്ഛനാണ്, ഒരു വൈദികനായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇത് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുത്തില്ല. കാരണം അന്ന് പോളണ്ടിലേക്ക് നിന്നും റോമിലേക്കൊക്കെ പോകുന്ന ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അത് അറിഞ്ഞിട്ടില്ല. അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് ഗലീലിയെ പിടിച്ചതുപോലെ തന്നെ പിടിക്കുമായിരുന്നു. സഭയിൽ ഞങ്ങളുടെ സഭയിൽ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഈ 312 വർഷം കഴിഞ്ഞപ്പോൾ റോമിൻ്റെ ചക്രവർത്തി മാനസാന്തരപ്പെടുകയാണ്. അദ്ദേഹം കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തി, അദ്ദേഹം യുദ്ധത്തിന് പോകുമ്പോൾ ഈ യുദ്ധം ഞാൻ ജയിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ ജീവിതമൊക്കെ കണ്ട് അദ്ദേഹത്തിന് ക്രിസ്ത്യാനികളെക്കുറിച്ചൊക്കെ കേൾക്കുകയും അവർ മരിക്കുകയും ഒക്കെ ചെയ്ത് കണ്ട് പുള്ളിക്ക് ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ക്രിസ്തു അങ്ങനെ ഇരിക്കുമ്പം പുള്ളി രാത്രിയിൽ ഇങ്ങനെ ഗാർഡനിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്, ഈ ടെൻഷൻ കാരണം യുദ്ധത്തിന് പോകുന്നതിന്. അപ്പോഴേക്കും ആകാശത്തൊരു കുരിശിൻ്റെ അടയാളം കണ്ടു എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ഈ അടയാളം കൊടിക്കൂർ ഈ കൊടിയിൽ രേഖപ്പെടുത്തി നീ യുദ്ധം ചെയ്യാൻ നീ ജയിക്കുമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി യുദ്ധം ചെയ്ത് ജയിച്ചു. ഇതാണ് റോമിൻ്റെ ഔദ്യോഗിക മതമായിട്ട് AD 312 ക്രിസ്ത്യാനിറ്റി വരുന്നത്. അതിൻ്റെ മുമ്പ് റോമിൽ അതായിരുന്നു. അതിനു മുമ്പ് നമ്മൾ ലോകത്തെ രണ്ടായിട്ട് തിരിക്കുന്നത് AD BC എന്നാണ്. ഇപ്പം നമ്മൾ CE എന്ന് പറയുന്നത് കോമൺ ഈര എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അടുത്ത നാളിലാണ് നമ്മൾ ഈ CE വരുന്നത്. അല്ലായിരുന്നെങ്കിൽ AD തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. AD എന്ന് പറയുന്നത് ലത്തീൻ വാക്കാണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് AD. അനോ ഡോമിനി എന്ന് പറയും. അനോ ഡോമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ഇയർ ഓഫ് ദ ലോർഡ്. നമ്മൾ ഹിസ്റ്ററി പുസ്തകം മലയാളം വായിക്കുമ്പം ക്രിസ്തു വർഷം എന്നാണ് കാണുന്നത്. ശരിയല്ലേ? ക്രിസ്തു വർഷം. അപ്പം ക്രിസ്തുവിനോട് കൂടിയാണ് AD BC ഉണ്ടായത്. AD ഒരു നൂറ്റാണ്ടെന്ന് പറയുന്നത് 100 വർഷം. ഇപ്പം നമ്മൾ 2000 വർഷങ്ങൾ കഴിഞ്ഞു. ആഫ്റ്റർ ഡെത്ത് അല്ല, അങ്ങനെയല്ല, അങ്ങനെ അതറിയാൻ മേലാത്തതുകൊണ്ട് AD എന്ന് പറഞ്ഞാൽ അനോ ഡോമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനോ ഡോമിനി എന്ന് പറഞ്ഞാൽ ഇൻ ദ ഇയർ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ വർഷം എന്നാണ് അതിൻ്റെ മലയാളം, ദൈവത്തിൻ്റെ വർഷം. അതുകൊണ്ടാണ് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ, മലയാളം ചരിത്ര പുസ്തകത്തിലെല്ലാം കാണുന്നത് ക്രിസ്തു വർഷം എന്നാണ്. ആഫ്റ്റർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാലുള്ള തെറ്റെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അതല്ല അതിന്റെ ഫുൾ ഫോം. ഞാൻ ശരിക്കും കേട്ടില്ല. ഈ പറഞ്ഞ പോലെ തന്നെ AD എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡെത്തും BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് ഇല്ലാതെ പോകും. ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഏതൊരു ഷോർട്ട് ഫോമും നമ്മളിപ്പം അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് കിട്ടും. നമ്മളിപ്പോൾ AI ആണല്ലോ എല്ലാം. എന്ത് വേണമെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു ചാപ്റ്ററിൽ ഇങ്ങ് വരുന്നതായി. AIയുടെ അത്ഭുതം നിങ്ങൾ കാണുന്നില്ല. AI അങ്ങോട്ട് ഞാൻ അച്ഛനോട് ഇങ്ങോട്ട് വരുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ PhD കാര്യം ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ ChatGPT ഒക്കെ ഉണ്ടല്ലോ, കുറച്ചുകൂടി എളുപ്പമാണ് PhD ഒക്കെ. ഭയങ്കര സംവിധാനമല്ലേ, ഡീപ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്കിത്
ഇനി ലോകം അങ്ങോട്ട് മാറുകയാണ്. നമ്മൾ ഈ പഠനം എന്നൊക്കെ പറയുന്നത് നമുക്ക് നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ. ഇപ്പോഴാണ് ഞാൻ കെമിസ്ട്രി മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഞാൻ കെമിസ്ട്രി മനസ്സിലാക്കുന്നത്. അല്ലാതെ പണ്ടൊന്നും എനിക്കൊന്നും അറിയത്തില്ല. ഈ 10ാം ക്ലാസ് വരെ നമ്മൾ പൊട്ടനാട്ടം കാണുന്നത് പോലെ എന്തൊക്കെയോ ടീച്ചർ അവിടെ ഒന്ന് വായിക്കുന്നു. നമ്മുടെ സമയം വേസ്റ്റ് ആക്കിയതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇപ്പം നമുക്ക് എന്തും പഠിക്കാം, എന്തും പഠിക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് അറിവെന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് ഫീൽഡും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പം എൻ്റെ ചേട്ടൻ്റെ ഒരു മോൾ അവൾ എന്നെ എപ്പോഴും വിളിക്കുക. അവൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ മെഡിസിന് കെട്ടി അവൾ പഠിച്ച് മെഡിക്കായി. അപ്പോൾ അവൾ പറയും എന്നെക്കാൾ അറിവ് അച്ഛനെന്ന് പറയും. കാരണം ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെല്ലാവർക്കും ഷുഗറുണ്ട്. ഈ ഷുഗറുണ്ട്. പക്ഷെ എന്താ ഷുഗറിന് ആ മരുന്നുണ്ട് ഈ മരുന്നുണ്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞു കിടന്ന് പറയുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഡോക്ടേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നീ കഴിക്കുന്ന ആഹാരത്തിൻ്റെ റിസൾട്ടാണ് 1.5 മണിക്കൂർ കഴിയുമ്പോൾ നിൻ്റെ ബ്ലഡിലേക്ക് വരുന്നത്. ഇപ്പം ഞാൻ ഗ്ലൂക്കോമീറ്റർ വെച്ച് എൻ്റെ ഷുഗർ നോക്കുന്നു. അത് രാവിലെ 100 ആണെങ്കിൽ ഞാനൊരു ലഡുവിൻ്റെ 4/1 കഴിച്ചാൽ അത് 200 ആകും. 150 ആകാൻ പാടുള്ളൂ. അപ്പോൾ 4/1 കഴിച്ചാൽ 200 ആകും എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ 4/1 പകുതിയെ കഴിക്കാവുള്ളൂ. എനർജിയാണ് ഈ ഷുഗർ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്, കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്ന ഒരു സാധനമാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കെമിസ്ട്രി ആണെങ്കിലും ആർക്ക് വേണം നിങ്ങളിപ്പം പറയും ഒരു കോമ്പൗണ്ടിന് ഒരു ഉദാഹരണം പറയാമോ? നിങ്ങൾ സയൻസ് ഒക്കെ പഠിച്ചു എന്തും കോമ്പൗണ്ടാണ്. ഒന്നോ അതിലധികമോ എലമെൻറ്റ്സ് ചേരുന്നതാണ് ഒരു കോമ്പൗണ്ട്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് 24 എലമെൻറ്റ്സ് ആണ്. അതിനകത്ത് 68% എന്ന് പറയുന്നത് ഓക്സിജനാണ്. ഇത് 3 രൂപത്തിലാണ്. അച്ഛൻ ഇതൊക്കെ എല്ലാം പഠിക്കാവുന്നത് എല്ലാം പഠിക്കും. ഇപ്പം 3 രൂപത്തിലാണ് എല്ലാ സാധനവും. ഒരു ക്വസ്റ്റ്യൻ, അച്ഛൻ ഇത് എങ്ങനെ പഠിച്ചത്? ഈ ഓൺലൈനിൽ കോഴ്സ് എടുത്തിട്ട് പഠിച്ചാണോ ഇങ്ങനത്തെ കെമിസ്ട്രി ഇപ്പോൾ പഠിക്കുന്നത്? എന്താണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി. ഉടനെ ആകുമ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ വന്നു. എനിക്കിത് നേഴ്സറി കൊച്ച് മനസ്സിലാക്കുന്നത് പോലെ എനിക്ക് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതുപോലെ മനസ്സിലാക്കി തരിക ചെയ്യുന്നത്. ശരിയല്ലേ? എനിക്ക് ഇത്രയും ഹാർഡായിട്ടുള്ള ഇംഗ്ലീഷ് പറ്റത്തില്ല. എനിക്കിതിനെ ഭയങ്കരമായിട്ട് ഡൈവേർട്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതുപോലെ ചെയ്തു തരും. ഇതിനകത്ത് ഏത് ഭാഷയല്ല പ്രധാനപ്പെട്ടത്, ആശയമാണ് പ്രധാനപ്പെട്ടത്. ഈ ആശയം എവിടെയാണ് ജീവിക്കുന്നത്? ആശയം ജീവിക്കുന്നത് ഭാഷകളിലാണ്. ശരിയല്ലേ? ഖുറാനിൽ നമ്മൾ അള്ളാഹ് എന്ന് വിളിക്കുന്നു, നമ്മൾ മലയാളത്തിൽ ദൈവം എന്ന് വിളിക്കുന്നു. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പ്രശ്നങ്ങൾ വരുന്നത് എവിടെയാണെന്ന് പറയട്ടെ. ഞാൻ വേറെ ക്രിറ്റിസിസം അങ്ങനെയല്ല, നിങ്ങൾക്ക് അതിനെതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ ഒരു കല്ലിനെ ആരാധിച്ചാൽ, ഒരു ഫിലോസഫർ പറഞ്ഞിരിക്കുന്നതാണ്, ആരാധിക്കണമെന്നുള്ള ആ വലിയ ഭയങ്കര കല്ല്, അവൻ കാട്ടിൽ ജീവിക്കുന്നവനായിരിക്കാം, ആ കല്ലിനെ അവൻ തള്ളി മാറ്റിയിട്ടെങ്ങും മാറുന്നില്ല. അങ്ങനെയാ മതം ഉണ്ടായത്. അപ്പോൾ അവൻ മനസ്സിലാക്കുന്നത് എന്താണ്? ഇതാണ് ഏറ്റവും വലിയ ശക്തി. അന്തൻ ആനയെ കാണാൻ പോയപ്പോഴും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്, ഇതാണ് ആന, ചെവി വലിയ വീതിയുള്ള ഒരു സാധനം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അവൻ ആ കല്ലിനെ കണ്ടപ്പോൾ അവൻ ആ കല്ലിനെ ആരാധിക്കുകയാണ്. പക്ഷേ ഈ ആരാധന എവിടേക്കായിരിക്കും പോകുന്നത്? യഥാർത്ഥ ദൈവത്തിനേലേ പോകുന്നുള്ളൂ. ഒരു ദൈവമല്ലേ ഉള്ളൂ. ആ ദൈവം സത്യവാനും നീതിവാനും ആണെങ്കിൽ അവൻ്റെ അജ്ഞത കൊണ്ട് അവൻ അങ്ങനെ ആരാധിക്കുന്നു. ആയിക്കൊള്ളട്ടെ, ആരാധന അങ്ങ് പോകുന്നു, ദൈവമേ എന്ന് വിളിക്കുന്നു. അതിന് ദൈവം നമ്മളെ ശിക്ഷിക്കുവോ? ഇല്ല. നമ്മുടെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്, നമ്മുടെ മനസ്സാണ് ദൈവം നോക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായമൊന്നുമില്ല. യേശുക്രിസ്തുവിനോട് ഒരു സ്ത്രീ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഗുരുവേ, ഞങ്ങൾ ജെറുസലേമിൽ പോയി പ്രാർത്ഥിക്കണോ അതോ ഞങ്ങളുടെ ആളുകൾ ഈ മലയിലാണ് പ്രാർത്ഥിക്കുന്നത്, ശമരിയക്കാരെന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ആളുകൾ പറയുന്നു ജെറുസലേമിൽ പോയി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ യേശുക്രിസ്തു പറയുന്ന ഒരു മറുപടി ഇതാണ്, സ്ത്രീയെ, ഈ മലയിലോ ജെറുസലേമിലോ അല്ല പ്രാർത്ഥിക്കേണ്ടത്, സത്യത്തിലും ആത്മാവിലും പ്രാർത്ഥിക്കുക.
സത്യത്തിലും ആത്മാവിലും പ്രാർത്ഥിക്കുക. എന്താണ് ഈ സത്യം? സത്യം പറയാത്തവന് പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ല. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവൻ്റെ പാദങ്ങൾ കഴുകാനായിട്ട് തയ്യാറാകും. അടിമത്തമല്ല ഞാൻ പറയുന്നത്, സേവനം ചെയ്യാനായിട്ട് തയ്യാറാകും. അതെ, അത് വേറെ ഒന്നും ആലോചിക്കാതെ നമുക്കത് ചെയ്യാനുള്ള മനോഭാവമുണ്ട്. ദൈവത്തിൽ നിന്നും നമ്മൾ ശക്തി സംഭരിച്ചിട്ട് നമ്മൾ എന്തിനും നമ്മൾ മരിക്കാൻ വരെ തയ്യാറാണ്. കാരണം നമുക്ക് ആഫ്റ്റർ എഫക്ട്സിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മരിക്കാൻ തയ്യാറാകണം റിലീജിയന് വേണ്ടി, പക്ഷേ കൊല്ലാൻ തയ്യാറാകരുത്. വ്യത്യാസം ഇതാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരാളെ കൊല്ലേണ്ട കാര്യമുണ്ടോ? പുള്ളി നോക്കിക്കോളും, പുള്ളിക്കാരൻ നോക്കിക്കോളും. ശരിയല്ലേ? പുള്ളിക്കാരൻ നോക്കിക്കോളും. ഇതൊക്കെ ഈ ഒരു 50 വർഷം മുമ്പ് അല്ലെ 40 വർഷം മുമ്പ് പോളണ്ട് എന്നൊക്കെ പറയുന്നത്, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എവിടെ ചെന്നാലും പള്ളിയാണല്ലേ. ഇതെല്ലാം ചരിത്രം ഉറങ്ങുന്നതാണ്. ഇന്ന് ആ പള്ളികളിലൊന്നും ആളുകളൊന്നും വരുന്നില്ല. വളരെ പ്രായമുള്ളവർ മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ഇവിടുത്തെ ആളുകളെല്ലാം മോശമാണെന്നാണോ? അവൻ്റെ ബ്ലഡിൽ ക്രിസ്തു ഉണ്ടെന്ന് ഞാൻ പറയും. മറ്റുള്ളവനെ ഉപദ്രവിക്കാതെ, നീതിയാണ് ഏറ്റവും വലുത്. കാരുണ്യമൊക്കെ രണ്ടാമത്തേതാണ്. കാരുണ്യം ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇവിടെ ഉള്ളവരങ്ങനെ വലിയ കാരുണ്യമൊന്നും ചെയ്യത്തില്ല, പക്ഷെ നീതി അവർ പ്രവർത്തിക്കും. അപ്പം ദൈവം എന്ന് പറയുന്നത് നീതിയാണ്, ക്രിസ്തു എന്ന് പറയുന്നത് നീതിയാണ്. നീതി പ്രവർത്തിക്കുന്നവൻ നമ്മൾ ക്രിസ്തുവിനെ അല്ലെ ദൈവത്തെ പ്രഘോഷിക്കുന്നു, ദൈവത്തെ കൊടുക്കുന്നു, നീതി പ്രവർത്തിക്കുന്നവൻ. അതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോൾ കുറേ പേര് നമ്മൾ ക്രിസ്തു മതത്തിലേക്ക് ചേർത്തത് കൊണ്ട് ഒരുത്തൻ സ്വർഗത്തിൽ പോവുമോ? സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രവൃത്തിയാണ്. പ്രവൃത്തി കൂടാതുള്ള വിശ്വാസം ചത്തതാണെന്നാണ് ബൈബിളിൽ പറയുന്നത്. പ്രവൃത്തി കൂടാതുള്ള വിശ്വാസം ചത്തതാണ്. അപ്പോൾ നമ്മൾ ഇപ്പം പല റിലിജനുണ്ട്. ഞാനിപ്പോൾ ഒരു ഇസ്ലാം വിശ്വാസിയായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ ഞാൻ ഇസ്ലാം മതത്തിൽ, പക്ഷെ അവിടെയാണെങ്കിലും തെറ്റുണ്ടെങ്കിൽ, കാരണം മാർപ്പാപ്പന്മാർ ഈ ഞാനത് പറയാൻ വന്നതിനാന്ന് വെച്ചാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം മാർപ്പാപ്പയെ പിടിച്ച്, അതായത് പോപ്പിനെ പിടിച്ചാണ് എല്ലാത്തിൻ്റെ അധികാരി അങ്ങാക്കുന്നത്. പോപ്പാണ് പിന്നെ എല്ലാവരുടെയും തലയിൽ കിരീടം എടുത്ത് കൊടുക്കുന്നത്. അതിനകത്ത് നെപ്പോളിയൻ മാത്രമേ വ്യത്യസ്തമായിട്ട് കിരീടം കൈകൊണ്ട് മേടിച്ചിട്ട് സ്വന്തം തലയിൽ വെച്ചോളൂ. അപ്പോൾ അല്ലെങ്കിൽ പോപ്പായിരുന്നു ഇത്. പക്ഷേ പൊളിറ്റിക്സ്, രാഷ്ട്രീയവും മതവും കൂടെ കലർന്നപ്പോൾ സഭയിൽ ഒരുപാട് തിന്മയുണ്ടായി, ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ക്രിസ്തുവിനെതിരായിട്ടുള്ളവരെ എല്ലാം കൊല്ലണമെന്നുള്ളതായിരുന്നു ചിന്ത. ഞാൻ പറഞ്ഞു മനസ്സിലായി. അത് ബ്രൂണോ എന്ന് പറയുന്ന ഒരു അച്ഛൻ, അല്ല ഒരു സയൻറ്റിസ്റ്റിന്, അതെ അദ്ദേഹം ഒരു വൈദികനോ കത്തിച്ച് കളഞ്ഞു, ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു. തന്നെ ഗലീലിയോയ്ക്ക് മുമ്പ് പറഞ്ഞു, ഗലീലിയോ പറഞ്ഞു ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പം കത്തിക്കൂ എന്ന് പറഞ്ഞു. പിന്നെ അയാൾ ക്ഷമ പറഞ്ഞു, മർമർ ചെയ്തു, ഇങ്ങനെ പെറുപെറുത്തു, എങ്കിലും ഭൂമി ഉരുണ്ടതാണെന്ന്. അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളായിരുന്നു മതവും രാഷ്ട്രീയവും കൂടെ ഒന്നിച്ചു വന്നപ്പോൾ. പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഫാദർ പറഞ്ഞല്ലോ ഇങ്ങനെ ക്രിസ്ത്യാനികൾ അല്ലാത്തവരൊക്കെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ. ഇൻക്വിസിഷൻ എന്ന് പറയും. ഇതിപ്പോൾ മുസ്ലിംസിലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഇതൊക്കെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാലത്തും ചെയ്തതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ IS ഒക്കെ പറയുകയാണെങ്കിലും അതൊന്നും ശരിക്കും ലൈക്ക് ഇസ്ലാമിലുള്ളതല്ല. ഇപ്പം അച്ഛൻ പറഞ്ഞ കേസ് അതും ക്രിസ്ത്യാനിറ്റിയിൽ ഉള്ളതല്ല. ബേസിക്കലി ക്രിസ്ത്യൻസ് അല്ലാത്തവരെ കൊല്ലണം അല്ലെങ്കിൽ മുസ്ലിംസ് അല്ലാത്തവരെ കൊല്ലണം എന്നുള്ളത്. അതൊക്കെ പല കാലങ്ങളിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പലരും ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറയും. ഈ ബൈബിൾ ഇന്റർപ്രറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഖുറാൻ ഇന്റർപ്രറ്റ് ചെയ്യുക. ഇപ്പം ഖുറാൻ ഇന്നത്തെ യുഗത്തിനനുസരിച്ച് ഖുറാൻ ഇന്റർപ്രറ്റ് ചെയ്യണം, ശരിയല്ലേ? അല്ലാതെ അല്ല ബൈബിളും അതുപോലെ തന്നെ ചെയ്യണം. അതുകൊണ്ട് ദൈവം മരിക്കുന്നില്ല. ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഞാൻ പറയും സ്നേഹം ദൈവമാകുന്നു എന്നാണ്. ലവ് ഈസ് ഗോഡ് എന്നാണ് പറയേണ്ടത്. ഗോഡ് ഈസ് ലവ് എന്ന് പറയുമ്പോഴേക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഗോഡ് ഈസ് ലവ് എന്ന് പറയുമ്പം പല പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ്. അപ്പോൾ ആ ദൈവത്തിന് വേണ്ടി നമ്മളങ്ങോട്ട് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് മറ്റുള്ളവനെ കൊല്ലുന്നു. അതൊക്കെ ആ കാലഘട്ടങ്ങളൊക്കെ മാറി മാറി പോകണം. നമ്മൾ ഒന്നിച്ച് ജീവിക്കണം. നമ്മൾ പല വിശ്വാസമുള്ളവർ വിശ്വസിച്ചോന്നേ അതിനൊന്നും. ഇപ്പം ഇസ്ലാമിക് ലോകത്ത് എന്തുമാത്രം മാറ്റങ്ങളാണ് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇറാനിൽ ഇപ്പോൾ എത്ര ജസ്റ്റിസ്മാർ, ചീഫ് ജസ്റ്റിസിനെയൊക്കെ വെട്ടിവെച്ച് കൊല്ലുകയല്ലേ ചെയ്യുന്നത്. അവർ ഹിജാബ് ധരിച്ചില്ലെന്നും പറഞ്ഞ് തൂക്കിക്കൊന്ന് എത്ര പേരുണ്ടായിരുന്നു. ഇത് നമ്മൾ മോസ്റ്റ് മോഡേൺ ലോകത്താണ് ജീവിക്കുന്നത്, ശരിയല്ലേ? അപ്പം മാനവികതയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതാണ്.
മതത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് ആരാധന, ദൈവത്തെ ആരാധിക്കുക. അതിനപ്പുറത്തേക്കുള്ള എത്തിക്സിലേക്ക് വരുമ്പോൾ അത് വലിയ പ്രശ്നമായി മാറും. എത്തിക്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന് അതിൻ്റേതായ എത്തിക്സ് ഉണ്ട്. നമ്മൾ സ്റ്റേറ്റിൻ്റെ എല്ലാ എത്തിക്സ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ് ഇപ്പോൾ അബോർഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തെറ്റാണ്. പക്ഷെ അബോർഷൻ വലിയ തെറ്റാണ്. ഒരു കുഞ്ഞിനെ കൊല്ലുന്നത്, അത് ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലുന്നത്. പക്ഷേ അതെല്ലാ രാജ്യങ്ങളും ഒട്ടുമിക്ക രാജ്യങ്ങളും അംഗീകരിക്കുന്നത്. പോളണ്ട് അംഗീകരിക്കുന്നില്ല, ബാക്കിയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും അത് അംഗീകരിക്കുന്നുണ്ട്. അബോർഷൻ ഒരു പ്രശ്നമില്ല. എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്റ്റേറ്റിനെതിരെ അത് ഇഷ്ടമുള്ളവർ ചെയ്തോട്ടെ. അതിനകത്ത് കൊടുക്കുന്ന ഇത് തെറ്റാണെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ല, അബോർഷൻ്റെ ഒരു ഡാറ്റ ഉണ്ടായിരുന്നു. വേൾഡ് വാർ സെക്കൻഡിന് ശേഷം 1 ബില്യൻ്റെ ഒക്കെ മുകളിലുണ്ട്. ഓൾമോസ്റ്റ് 2 ബില്യൺ കുട്ടികളെങ്ങനെ അബോർഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ നെട്ടി ആ ഡാറ്റ കണ്ടപ്പോൾ. തീർച്ചയായിട്ടും. കാരണം ഇന്ന് അതിൽ 10% മാത്രമുള്ള ഫിസിക്കൽ മെൻ്റൽ പ്രോബ്ലം വന്നിട്ട് വേൾഡ് വാറിൽ മരിച്ച ആൾക്കാരെക്കാട്ടിലും കൂടുതലാണ് അബോർഷൻ ചെയ്തിട്ട് ചെറിയ കുട്ടികൾ മരിച്ചെന്നുള്ളതാണ്. ഒരു സെക്കൻഡ് കൊണ്ട് കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ 3 കുഞ്ഞുങ്ങളെയാണ് കൊല്ലുന്നത് ഒറ്റ സെക്കൻഡ് കൊണ്ട്. ജപ്പാനിലൊക്കെ അതല്ലായിരുന്നോ? ജപ്പാനിൽ ഇവിടെ അല്ലാതായിരുന്നു. ഇപ്പോൾ അവർ പിന്നെ ഒത്തിരി മാറ്റങ്ങൾ ഇപ്പം വന്ന് അബോർഷൻ കുറയ്ക്കാനായിട്ടുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും ഒക്കെ കൊലപാതകങ്ങൾ കുറയുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് തെറ്റാണേ എന്ന് അസന്നിഗ്ധമായിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സമൂഹത്തിൽ ചെയ്യുന്നവരില്ലേ? മുസ്ലിംസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അത് തെറ്റാണ്, പാപമാണെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പാപം ചെയ്താലും ഏത് നിമിഷവും കാരുണ്യവാനായ ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ സകല പാപങ്ങളും ആ ദൈവം ക്ഷമിക്കുന്നവനെന്നാണ് നമ്മൾ പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ നല്ല കള്ളൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞങ്ങൾക്കുണ്ട്. നല്ല കള്ളൻ കുരിശിൽ 2 പേർ അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളന്മാരെയും കൊണ്ട് തൂക്കിയിട്ട്, അപ്പോൾ ഒരു കള്ളൻ പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. മറ്റേ പുള്ളി പറഞ്ഞു, നീ എന്താ, നമുക്ക് 2 പേർക്കും ന്യായമായിട്ടുള്ള ശിക്ഷയാണ്. ഈ മനുഷ്യന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാതെ ഈ മനുഷ്യൻ ഇതനുഭവിക്കുന്നു. എന്നിട്ട് പുള്ളിക്ക് എന്തോ തോന്നിയിട്ട് പറഞ്ഞു, നീ പറുദീസയിലായിരിക്കുമ്പോൾ സ്വർഗത്തിലായിരിക്കും, എന്നെയും കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞു. നല്ല കള്ളൻ പറഞ്ഞു. അപ്പോൾ ആ നല്ല കള്ളൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു പറയും, നീ ഇന്ന് എന്നോടുകൂടി പറുദീസയിലായിരിക്കും. അപ്പം നല്ല കള്ളൻ ഒരവസരം കിട്ടി മാനസാന്തരപ്പെടാൻ, മറ്റവനും അവസരം കിട്ടി. 2 പേരിൽ ആരുപയോഗിച്ചു? ഈ നല്ല കള്ളൻ. പിന്നെ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ബൈബിളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നരകം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു വലിയ ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഗോഡ് ക്യാൻ അനിഹിലേറ്റ് ഹെൽ. ഈ ഹെല്ലെന്ന് പറയുന്നത് ദൈവം ഉണ്ടാക്കിയതാണല്ലോ. ശരിയല്ലേ? ദൈവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ദൈവം അനുവദിച്ചിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ശരിയല്ലേ? സ്വർഗവും ദൈവമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ നിന്ന് പിന്നെ ഉണ്ടായതല്ലേ തിന്മ ചെയ്യുന്നവരെ അവിടെ. അത് ദൈവം ഒരു നിമിഷം തീരുമാനിക്കുക ഇത് വേണ്ട എന്ന് വെച്ചാൽ അന്നേരപ്പോഴേ തീർന്നു. ശരിയല്ലേ? വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ റിവീൽഡ് ട്രൂത്തിൽ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നരകം ഉണ്ടെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഈ നരകത്തെക്കുറിച്ചല്ല പറയേണ്ടത്, സ്നേഹത്തെക്കുറിച്ചാണ് പറയേണ്ടത്. എത്രമാത്രം സ്നേഹം കൊടുത്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വിശക്കുന്ന വയറിന് എല്ലാവർക്കും വിശപ്പ് ഒരുപോലെ. അദ്ദേഹത്തിൻ്റെ കൈ മുറിഞ്ഞാലും ചോര, എൻ്റെ കൈ മുറിഞ്ഞാലും ചോര. എനിക്ക് വിശന്നാലും താങ്കൾക്ക് വിശന്നാലും ഇല്ലേ? അപ്പം നമ്മളത് സ്നേഹം എന്ന് പറയുന്നത് ഷെയറിങ്ങാണ്. ഇല്ലാത്തവനൊന്നും, അതാ യേശുക്രിസ്തു പറഞ്ഞത്, 2 ഉടുപ്പുള്ളവൻ ഇല്ലാത്തവൻ 1 കൊടുക്കണം. ആ സാഹചര്യം നോക്കിയാണ് പറയുന്നത്. ഇന്നും ഉടുപ്പില്ലാത്തവർ ആഫ്രിക്കയിൽ ധാരാളമുണ്ട്. നമ്മൾ എന്തുമാത്രം ഇന്ന് വേസ്റ്റായി കഴിഞ്ഞാൽ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതേ അവസരത്തിൽ അതെല്ലാം ശേഖരിച്ചു കൊണ്ട് അയച്ചു കൊടുത്താൽ അതവിടെ ചെല്ലും. നമ്മുടെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളെല്ലാം ചെല്ലും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നോക്കുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളെല്ലായിടത്തും ഇൻട്രസ്റ്റഡ് ആയിരിക്കണം ലോകത്തെ. അപ്പം എന്നെ ബൈബിളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സെൻറ്റൻസ് ഉണ്ട്. അത്, if then you have not been faithful in handling worldly wealth, who will give you the true wealth? ഞാൻ മിനിമം കൊണ്ടാണ് ജീവിക്കുന്നത്. എൻ്റെ 4 ഫാൻസും 4 ഷർട്ടും കീറാതെ ഞാൻ വേറെ മേടിക്കത്തില്ല.
കാരണം നമ്മൾ ബസ്സിൽ കയറുമ്പോൾ നമ്മളൊന്ന് ഒതുങ്ങി കൊടുത്താൽ അവൻ മറ്റവനും കൂടി ഇരിക്കാം. നമ്മുടെ KSRTC അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിയല്ലേ? ഇതായിരിക്കണം പ്രിൻസിപ്പൾ. അപ്പം നമ്മൾ ഈ ലോകത്തോട് എല്ലാത്തിനോടും നമ്മൾ ഒരു സാധനവും വെറുതെ നശിപ്പിക്കാൻ പാടില്ല. അതാണ് ക്രിസ്തു പറഞ്ഞ, നീ നശ്വരമായ, അതിൻ്റെ മലയാളം ഇതാണ്, നശ്വരമായ വസ്തുക്കൾ സൂക്ഷിക്കാൻ നിനക്കറിയത്തില്ലെങ്കിൽ അനശ്വരമായത് ആര് നിനക്ക് നൽകും? നശ്വരമായത് സൂക്ഷിക്കാൻ നിനക്കറിയത്തില്ലെങ്കിൽ അനശ്വരമായത് ആര് നിനക്ക് നൽകും? ഞാനിപ്പോൾ എൻ്റെ സോഷ്യൽ ജസ്റ്റിസിൽ കേരളത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയൊരു തീമായിട്ട് ഞാൻ കൊണ്ടുവരുന്നത് അവിടുത്തെ ആൽക്കഹോളിസമാണ്. ഇവിടെ നമ്മൾ ഇപ്പം ഞങ്ങളുടെ ആശ്രമങ്ങളിലെല്ലാം ബിയറും ഓട്കായും വൈനും അല്ലെങ്കിൽ ബ്രാൻഡിയും വിസ്കിയും ഒക്കെ ഇവിടെ ഉണ്ട്. ആരും എടുത്ത് മാട്ടത്തില്ല. എല്ലാത്തിനും അതിൻ്റേതായ നന്മയുണ്ട്. ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന 5 ഹൈഡ്രജനും 4 ഓക്സിജനും 6 കാർബണും കൂടെ ചേരുമ്പോഴാണ് ആൽക്കഹോൾ ഉണ്ടാകുന്നത്. ഈ മനുഷ്യ ശരീരം ഞാൻ പറഞ്ഞാൽ 24 എലമെൻറ്റ്സാണ്. ഒരു എലമെൻ്റ് എന്ന് പറയുന്നതിനെയാണ് ഒരു എലമെൻറ്റ് 3 രൂപത്തിൽ നമുക്ക് ഈ എലമെൻറ്റ്. ഇപ്പോൾ ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് അല്ലേ? ഈ കോമ്പൗണ്ട് ഉണ്ടാകണമെങ്കിൽ ഇതിനകത്ത് ചില എലമെൻറ്റ്സ് ഉണ്ടാകണം. ഇപ്പം ഡയമണ്ട് എന്ന് പറയുന്നത് ഒറ്റ എലമെൻ്റ് ഉള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഡയമണ്ടാണ്. കോടാനുകോടി വർഷങ്ങൾ കൽക്കരി അല്ലെ കരി ഭൂമിക്കടിയിലിരിക്കുമ്പോൾ അത് ഡയമണ്ടായി മാറുന്നു. ഈ ഡയമണ്ട് സ്വർണ്ണം ഇടുന്ന പോലല്ല. ഈ ഡയമണ്ട് നമ്മൾ തീയിലിട്ട് കഴിഞ്ഞാൽ അന്നേരപ്പോഴേ അത് കരിയായി മാറുന്നു. കാരണം ഡയമണ്ടിനകത്ത് കാർബൺ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പം 110 നമ്മൾ കെമിസ്ട്രി പണ്ട് പഠിക്കുമ്പം പറയുന്നത് 118 മൂലകങ്ങൾ എന്നാണ്, 118 എലമെൻറ്റ്സ്. ഇപ്പം കുറച്ചും കൂടെ കൂടിച്ച് 118 എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 118 വാതകങ്ങളാണ്. ഈ ഒരു സാധനത്തെ വാതകമാക്കാം, ഖരമാക്കാം, ദ്രാവകമാക്കാം. ശരിയല്ലേ? ജലം ഇപ്പം ദ്രാവകം, വാതകം, തീ കൊടുത്തു കഴിഞ്ഞാൽ, താപം കൊടുത്തു കഴിഞ്ഞാൽ അന്നേരപ്പോഴേ അത് ലയിച്ചു അന്തരീക്ഷത്തിൽ. ഇതും അതുപോലെ തന്നെ. എന്ത് സാധനം അങ്ങനെ തന്നെയാണ്. മനുഷ്യ ശരീരമായാലും അങ്ങനെ തന്നെ. അപ്പം പല എലമെൻറ്റ്സ് ഒന്നിച്ചു കൂടുന്നതാണ് ഒരു കോമ്പൗണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മളിതെല്ലാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ മതത്തിനൊക്കെ വേണ്ടി കിടന്ന് വഴക്ക് പിടിക്കുന്നതോ ഒക്കെ എത്രയോ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ ദൈവമുണ്ട്. ലവ് ഈസ് ഗോഡ്. എനിക്ക് തോന്നുന്നത് ഈ പൊളിറ്റിക്സ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ആയപ്പോഴാണ് ഈ കേരളത്തിലൊക്കെ ഇങ്ങനെ വന്നത്. പൊളിറ്റിക്സിന് വേണ്ടി, പൊളിറ്റിക്സ് ആണ് ഒരു ഭരണം പിടിക്കാൻ വേണ്ടി. ഞാനതിന് മോദി ആദ്യമേ പ്രധാനമന്ത്രിയായിട്ടുള്ള ആദ്യത്തെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ പറയാം, നമുക്ക് വേണ്ടത് ശൗചാലയങ്ങളാണ്, അമ്പലങ്ങളല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. കാര്യം ശരിയാ. മോദി രാഷ്ട്രീയത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ മതം വേണം. അത് കേരളത്തിൻ്റെ ആളുകളുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആളുകളുടെ അജ്ഞതയാണ് പുള്ളി. അത് രാഷ്ട്രീയക്കാരത് ഉപയോഗിക്കും. അധികാരമില്ലാതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അധികാരം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ശരിയല്ലേ? അധികാരം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതവർ ഉപയോഗിക്കും. പക്ഷേ ആളുകൾ എത്രമാത്രം ഡെമോക്രസി ക്യാൻ ബി മോബോക്രസി എന്ന് പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്. ഡെമോക്രസിയാണ് ഏറ്റവും നല്ല സിസ്റ്റം. പക്ഷേ അവിടെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അത് മോബോക്രസി. മോബെന്ന് പറയുന്നത് ഈ ഇതില്ലേ, ഒരു കൂട്ടമായി മാറും. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ കൂട്ടം പറയുന്നത് കേട്ടോണ്ട് എന്തിനും തയ്യാറാകും. അപ്പം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഡെമോക്രസി നല്ലതാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തടത്ത് അതൊരു ഫെയിലിയറാണ്. ഈവൻ നമ്മളെ നേതാക്കന്മാർക്ക് പോലും ഇന്ന് അവരെ വിദ്യാഭ്യാസം ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലേ എന്താ? തീർച്ചയായിട്ടും. ഇപ്പം ഈ രാജ്യത്തൊക്കെ ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഈ പോളണ്ടിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഡിന്നർ. അന്നേരം ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറയാനായിട്ട് വന്നപ്പം പുള്ളി അവർക്കൊരു സാധാരണ മനുഷ്യരാണ്. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ ഇതുണ്ട്, ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാർക്കെല്ലാം ഓരോ ലക്ഷം രൂപ ശമ്പളമാണ്. രാഷ്ട്രീയ സേവനമാണെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ചെലവാക്കാനും, സ്വന്തം വണ്ടിയിൽ നടക്കാനും, സ്വന്തം പ്രൊട്ടക്ഷന് ആളെ വയ്ക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ വേണമായിരിക്കാം. പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നീ നിന്റെ ഗാർഡിനെ നിർത്താൻ പോലീസ് സാധാരണ ജനത്തിന് വേണ്ടി പോകട്ടെന്നേ. റൈഫിൾ വേണമെങ്കിൽ നിന്റെ ഗാർഡിന് നീ റൈഫിൾ കൊടുത്തോ, ഗവൺമെൻറ് അനുവാദത്തോടു കൂടി, അതിനൊരു കുഴപ്പമില്ല. സെക്യൂരിറ്റി വേണമെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ വരുമ്പോഴേ യഥാർത്ഥ സേവനമാകത്തുള്ളൂ. ഇല്ലെങ്കിൽ
സ്വന്തം കുടുംബത്തിന് വേണ്ടി 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഓരോന്നിനും അതിനും പാറ്റ ഇതിന് ടീ ഇതെല്ലാം എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഞാനിപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ വയനാടിൻ്റെ കേസ് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പിണറായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. ഓരോ ഇത്ര കോടി വെച്ചിട്ട് ഫുഡിന് ഇത്ര കോടി, ബോഡികൾ മറവ് ലൈക്ക് ഇങ്ങനെ എന്താ ചെയ്യുന്നതിന് 72 കോടി. ആ കോടികളുടെ കണക്ക് കേൾക്കുമ്പോൾ തന്നെ ലൈക്ക് കോടിക്കൊന്നൊരു വിലയില്ലാണ്ട് പോലെയാണ്. ലൈക്ക് ഓരോ സിമ്പിൾ കാര്യങ്ങൾക്ക് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് എത്രയോ കോടി, ലൈക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഇതെല്ലാം വീതിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. യഥാർത്ഥ രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തവൻ രാഷ്ട്രീയത്തിലേക്ക് പോകരുത്. അവൻ്റെ ഉത്തരവാദിത്വം കുടുംബത്തോടും ഭാര്യയോടും മക്കളോടുമാണ്. അത് നിറവേറ്റാനായിട്ടുള്ള സാമ്പത്തികം ഉണ്ട്. അത് ഉണ്ടെങ്കിൽ അവൻ്റെ സമയം രാഷ്ട്രീയത്തിലേക്ക് വരരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ജീവിതം മുഴുവനും രാഷ്ട്രീയമായിട്ട്, ദിവസം മുഴുവൻ രാഷ്ട്രീയമായിട്ട് നടക്കാനുള്ളതാണോ? നമുക്ക് എന്തെല്ലാം ബിസിനസ്, എന്തെല്ലാം തൊഴിലുകൾ, എന്തെല്ലാം ചെയ്യാനുണ്ട്. ഇപ്പോൾ അസംബ്ലി കൂടുമ്പോൾ ഒന്ന് പോകണം. അല്ലാതെ ഈ ഉദ്ഘാടന ചടങ്ങിനും മറ്റേതിനും മറിച്ചതിനും ഒക്കെ ആയിട്ട് അങ്ങ് പോവുകയല്ലേ ചെയ്യുന്നത്. ശരിയല്ലേ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ വല്ലതും നിങ്ങൾ കാണുന്നുണ്ടോ? ഇലക്ഷൻ പ്രചരണമോ എന്തെങ്കിലും അതിന് ഉദ്ഘാടനമോ അതാണ് ഇതാണെന്നും പറഞ്ഞ ജാഥയോ എന്തെങ്കിലും ഉണ്ടോ? അടിമത്തം ഉണ്ടോ? ഇല്ല, അടിമത്തവും ഇല്ല. ഇവിടെ ഭയങ്കര സ്വാതന്ത്ര്യമാണ് ഈ വെസ്റ്റിലെല്ലാം. ശരിയല്ലേ? അപ്പം നമ്മുടെ അപ്പം ക്രിസ്തുമതത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ക്രിസ്തുമതത്തെക്കുറിച്ച് വളരെ ചുരുക്കി പറയാം. ക്രിസ്തുമതം അവിടെ ഉണ്ടായത് ഇസ്രായേലിലാണല്ലോ. അത് കഴിഞ്ഞിട്ട് 6-ാം നൂറ്റാണ്ട് വരെ ഇസ്രായേൽ എങ്ങനെയാണ് ക്രിസ്തുമതം ഇന്ത്യയിലേക്ക് വന്നത്? 6-ാം നൂറ്റാണ്ട് വരെ ഇവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് നേരെ ഇങ്ങനെ ഒരു സിൽവർ വേ ഉണ്ടായിരുന്നു. സിൽവർ വേ എന്ന് പറയുന്നത് നേരെ അഫ്ഗാനിസ്ഥാനിൽ വന്നു, ഇറാനിൽ വന്നു, അഫ്ഗാനിസ്ഥാനിൽ വന്നു, പാകിസ്ഥാനിൽ വന്നു. അന്നെല്ലാം ഇങ്ങനെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എന്നൊന്നും പറഞ്ഞില്ല, ലോകം ഒന്നായിട്ട് കിടക്കുമല്ലേ. ഇങ്ങനെ വരുമായിരുന്നു. അപ്പം ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായ സെൻറ്റ് തോമസ് ലീ എന്ന് പറയുന്നത് സെൻറ്റ് തോമസ് ഇങ്ങനെ നടന്ന് അന്ന് യഹൂദർ ഇന്ത്യയിൽ വരാറുണ്ടായിരുന്നു. പല സ്പൈസസൊക്കെ അതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു വഴിയുണ്ടായിരുന്നു. ഈ വഴി അടയ്ക്കുന്നത് 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം വരുമ്പോൾ നമ്മൾ തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇത് ബ്ലോക്ക് ചെയ്യുന്നത്. ഈ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരാൻ മേലാതായി കാൽനടയായി. പിന്നെ 15-ാം നൂറ്റാണ്ടിൽ വാസ്കോഡി ഗാമ, പോർച്ചുഗീസുകാരനായ വാസ്കോഡി ഗാമ സീ റൂട്ട് കണ്ടുപിടിച്ചാണ് വരുന്നത്. വാസ്കോഡി ഗാമ അടക്കിയിരിക്കുന്ന കൊച്ചിയിലല്ലായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് തോമസ് ലീ അവിടെ വന്നെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കാരണം ഇപ്പോഴും നമുക്ക് മട്ടാഞ്ചേരിയിലെ സിനഗോഗ് എന്ന് പറയുന്നത് ഏതാണ്ട് 550 വർഷം പഴക്കമുള്ള സിനഗോഗാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം യഹൂദർ ഇതിനു മുമ്പ് ഇവിടെ കച്ചവടം. ഇവർക്ക് കുതിരയായിട്ട് വരുന്നതിന് എന്നാ നേരം വേണം? ഞാൻ പറയേണ്ടത്, ഒരു കുതിരയുണ്ട് എങ്കിൽ, നല്ലൊരു കുതിരയുണ്ട് എങ്കിൽ ഇസ്രായേലിൽ നിന്നും ഇറാനിൽ വന്ന് അഫ്ഗാനിസ്ഥാൻ കൂടി പാകിസ്ഥാൻ കയറി ഇങ്ങനെ വരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ശരിയല്ലേ? ഇന്ന് സൈക്കിളിന് ലോകം മുഴുവൻ ചുറ്റുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലേക്ക് വരുന്നത്. ക്രിസ്തുമതം ഞാൻ പറഞ്ഞല്ലോ, ആരംഭകാലത്തൊക്കെ ഒരുപാട് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവനും നേതാവായിട്ട് പോപ്പ് മാറിയപ്പോൾ അവിടെ പൊളിറ്റിക്സും ഇതും കൂടെ മതവും കൂടെ ഒന്നിച്ചു ചേർന്നപ്പോൾ ഒരുപാട് തിന്മയുണ്ടായി. ഇൻക്വിസിഷൻ എന്ന് പറയും. സ്പെയിനിൽ ഉദാഹരണത്തിന് ഒത്തിരി ഇസ്ലാം വിശ്വാസികളായിരുന്നു സ്പെയിനിലുണ്ടായിരുന്നത്. അവരെ മുഴുവനും കൊല്ലുമായിരുന്നു ചെയ്തത്. അതെല്ലാം സഭ ഇന്ന് അംഗീകരിക്കുന്ന കാര്യമാണ്. തെറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. നമ്മൾ തെറ്റ് ചെയ്താൽ തെറ്റിപ്പോയി, ഇനി അങ്ങനെയൊന്നും സംഭവിക്കരുത്. അതുകൊണ്ടാണ് മാർപ്പാപ്പ വത്തിക്കാൻ പോലും തുറന്നു കൊടുത്തത് അഭയാർത്ഥികൾക്ക്. ഞാൻ ഒരു വേണ്ടി അച്ഛാ, പിന്നെ ഈ എപ്പോഴാണ് വേർതിരിവുകൾ വന്നത്? തിരിവുകളല്ല, എപ്പോഴാണ് വേറെ വേറെ ഗ്രൂപ്പായി മാറി ഈ ക്രിസ്ത്യാനിറ്റിയിൽ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ 15-ാം നൂറ്റാണ്ടിലെ 16-ാം നൂറ്റാണ്ടിലൊക്കെ മതത്തിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലണ്ട് മുഴുവൻ കത്തോലിക്കരായിരുന്നു ഭൂരിപക്ഷവും. അപ്പോൾ ഈ ഹെൻറി 8-ാമൻ രാജാവ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹെൻറി 8-ാമൻ രാജാവിന് ആൺമക്കളില്ല. അപ്പം സക്സസർ വേണമല്ലോ, അനന്തരാവകാശി. അപ്പോൾ ഹെൻറി 8-ാമൻ പറഞ്ഞു, 18-ാം നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു, 18-ാം നൂറ്റാണ്ടിൽ പുള്ളി പറഞ്ഞു, എനിക്ക് 2ാമത് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. പോപ്പിൻ്റെ അനുവാദം വേണമല്ലോ. പോപ്പ് പറഞ്ഞ് നടക്കുകയെന്ന് പറഞ്ഞു. കത്തോലിക്ക സഭയിൽ ഡിവോഴ്സ് ഇല്ല.
പിന്നെ നള്ളിഫിക്കേഷനേ ഉള്ളൂ ഞങ്ങൾക്ക്. നള്ളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധുവാകുന്ന. ഇപ്പോൾ ഒരു കുട്ടിയുടെ അനുവാദമില്ലാതെ അവളെ നിർബന്ധിച്ച് കല്യാണം നടത്തിച്ചെന്ന് വിചാരിക്കുക, അവിടെ കല്യാണം നടന്നിട്ടില്ല, കൺസെൻറ്റ് ഇല്ലാതെ കല്യാണം നടക്കുന്നില്ല. അപ്പം നള്ളിഫിക്കേഷൻ എന്ന് പറയാം, അത് നള്ളിഫൈ ചെയ്യാം. അല്ലെ ഒരാൾക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ ഭ്രാന്തുണ്ടായിരുന്നു, മാനസിക അസ്വസ്ഥതകളുണ്ടായിരുന്നു, അത് മറച്ചു വെച്ചുകൊണ്ട് അവിടെ കല്യാണമില്ല. അപ്പം അങ്ങനെയുള്ളത് നള്ളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അസാധുവാക്കി കൊടുക്കുക എന്ന്. അല്ലാതെ ഡിവോഴ്സ് ഇല്ല കത്തോലിക്ക സഭ. അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഡിവോഴ്സ് വേണം, വേറൊരാളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോപ്പ് പറഞ്ഞ് നടക്കുകയല്ല എന്ന് പറഞ്ഞു. ഉടനെ പുള്ളിയുടേതായ ഒരു മതം സ്ഥാപിക്കുക ചെയ്തത്. വേറൊരു ഇംഗ്ലണ്ടിന് വേണ്ടി ഒരു ക്രിസ്തീയ മതം സ്ഥാപിക്കുന്നു. അപ്പം അങ്ങനെ അവിടെ ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയും, ആംഗ്ലിക്കൻ ചർച്ച്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പല സമയത്ത് ഇപ്പം ജർമ്മനിയിൽ 50% കത്തോലിക്കരും 50% ലൂതറൻ എന്ന് പറയും. ലൂതർ എന്ന് പറയുന്നത് ഇതുപോലൊരു സന്യാസിയായിരുന്നു, ലൂതർ എന്ന് പറയുന്ന ഒരു സന്യാസി. അപ്പോൾ അദ്ദേഹം ശക്തമായിട്ട് സഭയുടെ ചില കാര്യത്തിന് എതിർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാവം മുഴുവൻ മോചിക്കാമെന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെയും വത്തിക്കാൻ്റെ ബസലിക്ക പണിയുന്നതിന് വേണ്ടി ഒരുപാട് കാശ് വേണമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി കളക്ട് ചെയ്തപ്പം പുള്ളി എതിർത്ത് അപ്പോൾ പുള്ളിയെ പിടിക്കാനായിട്ട് തോന്നുന്നു. അന്നേരപ്പോൾ ജർമ്മനിയിലെ രാജാക്കന്മാർ പൊറുതിമുട്ടിയായിരുന്നു ഈ ടാക്സ് വത്തിക്കാനിലേക്ക് കൊടുത്ത്. അന്നേരപ്പോൾ അവരിൽ കുറേ ഭാഗം തിരിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വേറൊരു സഭ തുടങ്ങി. അവരെല്ലാം വിശ്വസിക്കുന്നത് ക്രിസ്തു ദൈവമാണെന്നുള്ളതാണ്, ക്രിസ്തു ദൈവമാണെന്ന്. പക്ഷെ അതിനകത്തുള്ള കുറേ വ്യത്യാസങ്ങൾ, ചില ആചാരങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ, അതിനകത്തൊക്കെ ഉള്ള വ്യത്യാസങ്ങളാണ്. അപ്പം ക്രിസ്തു ദൈവം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നുള്ളതാണ്. ദൈവത്തിന് പൂച്ചയാകാനും പട്ടിയാകാനും പുഴുവാകാനും സാധിക്കും, അല്ലെ പിന്നെ പുള്ളി ദൈവമല്ലല്ലോ. അപ്പോൾ ദൈവം യഹൂദമതത്തിൻ്റെ പഴയ നിയമം വെച്ച് തന്നെ നോക്കുമ്പോൾ ദൈവം മനുഷ്യനാകുമെന്ന് ഒരു നേരത്തെ തന്നെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വാഗ്ദാനം നിറവേറി എന്നാണ് വിശ്വസിക്കുന്നത്. അതങ്ങനെയാണ് ക്രിസ്തുമതം ഉണ്ടാകുന്നത്. ക്രിസ്തു എന്നയാൾ പ്രവാചകൻ മാത്രമല്ല, പ്രവാചകൻ എന്ന് പറയുമ്പോൾ പ്രവാചകനല്ല, ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതാണ്. അതിനകത്തൂടെ കാണിച്ചു തരുന്നത് ഒരേ ഒരു പ്രിൻസിപ്പിളാണ്. ക്രിസ്തു പറയുന്നത് നിത്യജീവിതമുണ്ട്. ബുദ്ധൻ പറയുന്നതിനകത്ത്, ബുദ്ധിസം പറയുകയാണെങ്കിൽ അവർ ദൈവത്തിലോ നിത്യജീവിതത്തിലോ ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല. അഗ്നോസിസം എന്ന് പറയും, ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറയത്തില്ല. അതിനെക്കുറിച്ച് ചർച്ചയെ ചെയ്യാൻ പാടില്ല ബുദ്ധിസം പറയുന്നത്. നെഹ്റുവിൻ്റെ കൺസെപ്റ്റ് അത് തന്നെയായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കൺസെപ്റ്റ് അതാണ്, അഗ്നോസ്റ്റിക്സം എന്ന് പറയും. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ അതിനെക്കുറിച്ച് ബോധേടുമല്ല. അപ്പോൾ ധ്യാനവും കാര്യങ്ങളും ഒക്കെ ബുദ്ധൻ പ്രൊമോട്ട് ചെയ്തു. പക്ഷേ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംവാദത്തിന് കൊണ്ടുവരരുതെന്നാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു പറഞ്ഞത് മരണത്തിന് ശേഷം മരണാനന്തര ജീവിതം, നിത്യജീവിതം, മരിക്കാത്ത ജീവിതം ദൈവവുമായിട്ടുണ്ടെന്നാണ് ക്രിസ്തു പറഞ്ഞത്. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മാർഗമാണ്. സ്നേഹം എന്ന് പറയുന്നത് ത്യാഗമാണ്. സ്നേഹമെന്ന്, അയ്യോ ഞാൻ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഗ്ലാസ് പച്ചവെള്ളം പോലും കൊടുക്കത്തില്ല എങ്കിൽ എന്ത് സ്നേഹം എന്ന് പറയുന്നത് ത്യാഗമാണ്. ഇപ്പം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഉള്ളെങ്കിൽ അത് 4 നമ്മൾ കുടിക്കുന്നു, നമുക്ക് വേറെ വെള്ളം കിട്ടാൻ ഒരു മാർഗ്ഗമില്ല. അവിടെയാണ് ത്യാഗമെന്ന് പറയുന്നത്, അവിടെയാണ് സ്നേഹമെന്ന് പറയുന്നത്. അല്ലാത്ത സ്നേഹമൊക്കെ പൊള്ളയായ സ്നേഹമാണ്. അപ്പം കുരിശെന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ. കുരിശെന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തങ്ങളാണ്. ഇപ്പം നിങ്ങൾ ഈ ഉത്തരവാദിത്തം ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും എടുക്കണം ഞാൻ തിരിച്ച് അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും നന്മ ഇതുകൊണ്ടുണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ. 10 പേരെങ്കിലും, അല്ല വേണ്ട 2 പേരെങ്കിലും, ഇല്ല ഒരാളെങ്കിലും. ഞങ്ങളും ഒക്കെ വിശ്വസിക്കുന്ന അബ്രാഹം എന്ന് പറയുന്ന പുള്ളിയോട് സോദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അബ്രാഹത്തോട് ദൈവം ചോദിക്കുന്നുണ്ട്, അപ്പം അത് നശിപ്പിക്കാൻ പോവുക. അപ്പം അബ്രാഹം പറയും 100 പേരുണ്ടെങ്കിൽ നശിപ്പിക്കരുത്. അപ്പം ദൈവം പറയുന്നുണ്ട് 100 പേരുണ്ടെങ്കിൽ ഞാനത് നശിപ്പിക്കുകയല്ല. അപ്പോൾ ഇതൊക്കെ ഓരോ ഭാവനയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. 50 പേരുണ്ടെങ്കിലോ? അപ്പം ദൈവം പറയും 50 പേരുണ്ടെങ്കിലും നശിപ്പിക്കുകയില്ല. അവസാനം പറഞ്ഞ് 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല ദൈവം പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെങ്കിലും
ഇതുകൊണ്ട് ഒരാൾക്കെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ഉണ്ടാകട്ടെ. ഇതായിരിക്കണം നമ്മുടെ കൺസെപ്റ്റ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ഉയർത്തുന്നത് ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടെ കമ്മ്യൂണിസമായിരുന്നു. ഈ കമ്മ്യൂണിസത്തിൽ നിന്നും ഇതിനെ രക്ഷപ്പെടുത്തിയത് ഇവിടെ നിന്നൊരു മാർപ്പാപ്പ ഉണ്ടായിട്ടുണ്ട്, ജോൺ പോൾ രണ്ടാമൻ എന്ന് പറയുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ വെടിയൊക്കെ കൊണ്ടതാണ്. അലിയഗായുടെ വെടിയൊക്കെ കൊണ്ടിട്ടും പുള്ളി രക്ഷപ്പെട്ടു. ഈ 2005 പുള്ളി മരിക്കുന്നതെന്ന് തോന്നുന്നു. അതുവരെ 1979-80 അദ്ദേഹം മാർപ്പാപ്പയാകുന്നത്, പോപ്പാകുന്നത്. അപ്പോൾ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞിട്ട് സഹോദരൻ ഒരു ഡോക്ടർ അയാളും അദ്ദേഹവും മരിച്ചു പോയായിരുന്നു ഈ കമ്മ്യൂണിസത്തിൻ്റെ കാലത്ത്. കരിങ്കൽ പാളയങ്ങളിൽ ജോലി ചെയ്തായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. മിലിറ്ററി ഇങ്ങനെ കമ്മ്യൂണിസം അതുപോലെ ശക്തമായിരുന്നു. കാരണം 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ പോളണ്ട് റഷ്യ പിടിച്ചായിരുന്നു. സ്റ്റാലിൻ്റെ കീഴിലായിരുന്നു പോളണ്ട്. അപ്പം കമ്മ്യൂണിസമായിരുന്നു ഭയങ്കര. അതുകൊണ്ട് 1985-86 മുതലാണ് ഈ കമ്മ്യൂണിസം മാറിക്കഴിഞ്ഞാണ് ഇവിടെ വളർച്ച ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ നമുക്ക് പറയാൻ പറ്റും. ചൈനയൊന്നും കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, അതൊക്കെ പക്ക ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്. അല്ലാതെ ചൈനയൊക്കെ നമ്മൾ പറയുന്ന പോലുള്ള കമ്മ്യൂണിസമൊന്നും അവിടെ ഇല്ല. അവിടെ കമ്പനികളും ബോർഡേഴ്സും അത് മില്ലിനേഴ്സും ഒക്കെയാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസം കൊണ്ടുവന്നിടത്ത് നിർബന്ധിത കമ്മ്യൂണിസമാണ്. ആരും സ്വന്തമായിട്ടൊന്നും പാടില്ല, എല്ലാം. അങ്ങനെ പറഞ്ഞാൽ വല്ലവരും ജോലി ചെയ്യുമോ? വല്ലവരും ജോലി ചെയ്യുമോ? ആരും ജോലി ചെയ്യുക. റെസ്ട്രിക്ഷൻസൊക്കെ വേണം. ഗവൺമെൻറ്റിൻ്റെ സ്ഥലം വിട്ടുകൊടുക്കുന്നതിൽ ഓരോരുത്തർക്കും അമിതമായിട്ട് കുത്തിവാരി എടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ടാക്സ് മേടിക്കണം. അതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ കേരളത്തിനെ കുറിച്ച് പറഞ്ഞു വന്നില്ലേ? ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആൽക്കഹോൾ സാധനം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ഈയിടെ ഒരു വീഡിയോ, ഒരു ഡിസ്റ്റിലറിക്കാരൻ, ഒരു പീറ്റർ എന്ന് പറയുന്നത്, ഡിസ്റ്റിലറി എന്ന് പറഞ്ഞാൽ അറിയാവോ? മദ്യം ഉണ്ടാക്കുന്ന വലിയ ഫാക്ടറിക്കാണ് ഡിസ്റ്റിലറി എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാക്കുന്ന ഏതൊരു സാധനത്തിനും 100 രൂപയെ വിലയുള്ളൂ. 100 രൂപയെ വിലയുള്ളൂ. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാണ് സയൻസിൻ്റെ. ഇതിൻ്റെ ഒരു വേറൊരു ഫോമാണ് ഇല്ലേ? നമുക്ക് അരി ഉണ്ടെങ്കിൽ ഒരു 100 സൈസ് സാധനങ്ങൾ ഉണ്ടാക്കാം. അരിയുണ്ട്, പല കാര്യങ്ങൾ, പുട്ട്, കടൽ, മറ്റേ ഇഡ്ഡലി, എല്ലാം അങ്ങനെ. അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആൽക്കഹോൾ ഉണ്ടാക്കാനും. ആൽക്കഹോൾ ഉണ്ടാക്കുന്നത് ഇവിടെ ഒരു ബിയർ, നിങ്ങൾ ബിയർ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ കഴിക്കത്തില്ല. ഇപ്പം ഇവിടെ ഒരു ബിയറിന് 30 രൂപയേ ഉള്ളൂ വില. അപ്പോൾ ഈ ഒരു ബിയർ നല്ല ക്വാളിറ്റിയുള്ളൊരു ബിയറിൻ്റെ വിലയാണ് പറയുന്നത്. പക്ഷേ ഈ ബിയർ ഒന്നാലോചിച്ച് നോക്കി, നമ്മുടെ കേരളത്തിൽ ഇതുണ്ടാക്കുന്നതിന് ഇതിൻ്റെ പകുതി പൈസയാകുന്നില്ല. കാരണം ഇവിടെ ലേബർ കൂടുതലാണ്. നമ്മളൊരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറിന് 30 സ്ലോട്ട് കിട്ടും, അല്ലെങ്കിൽ 50 സ്ലോട്ട് കിട്ടും. IT-കാരൊക്കെ ആണെങ്കിൽ കൂടുതൽ കിട്ടും. അപ്പം ഈ ലേബർ കേരളത്തിൽ ഇത്രയൊന്നും കൊടുക്കണ്ട ഇതുണ്ടാക്കുന്നതിന്. ഈ ഒരു ബോട്ടിൽ അതുണ്ടാക്കുന്നതിന് വെറും 100 രൂപ, അവൻ്റെ ഡിസ്ട്രിക്റ്റുകാരൻ്റെ പ്രോഫിറ്റ് ഉൾപ്പെടെയാണ് 100 രൂപ. അതിനാണ് ആ പാവപ്പെട്ട മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് 1200 രൂപ മേടിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞത്, എല്ലാത്തിനകത്തും സ്പിരിറ്റാണ്, പിന്നെ ചേർക്കുന്നത് ഫുഡ് കളറും എസൻസും ആണ്. അല്ലാതെ ജോണി വാക്കറെന്നോ, ഞാനിതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ എനിക്ക് പറ്റുകയില്ലാത്തൊരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ പാട്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിനകത്തെല്ലാം ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ ഇൻട്രസ്റ്റഡ് അല്ലേ? എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇത് ശരിയല്ലേ? പാട്ട് എഴുതും. അത് ഞാൻ പറഞ്ഞ പാട്ട് എഴുതും. അത് എനി ഫുൾ ക്യാൻ ഡു ഇറ്റ്. നമുക്കൊരു ഡിക്ഷണറി ഉണ്ട്, ആശയം ഉണ്ടെങ്കിൽ സാധനങ്ങൾ പെറുക്കി. ഇന്നിപ്പം വലിയ മീറ്ററൊന്നും വേണ്ട, പണ്ടത്തെ കവിതയല്ലല്ലോ. നമ്മൾ എഴുതുന്നതനുസരിച്ച് ട്യൂൺ കൊടുക്കാൻ പറ്റും ഏതൊരു മനുഷ്യൻ. പിന്നെ ഇന്നിപ്പം നമുക്കിപ്പോൾ ഒരു പാട്ട് ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല 1-ാം തരമായിട്ട് ഒരെണ്ണം ഇങ്ങോട്ട് ഇട്ട് തരികയാണ് മലയാളത്തിൽ. ആ മലയാളം എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ നമുക്കത് തിരുത്തിയാൽ മതി. ശരിയല്ലേ? എല്ലാ കാര്യങ്ങളിലും അങ്ങനെയല്ലേ? ലോകം വരാൻ പോകുന്നത് 1 മണിക്കൂർ കൊണ്ട് ഡൽഹിയിൽ നിന്നും അമേരിക്കയിലേക്ക് പറക്കാവുന്ന റോക്കറ്റ് പ്ലെയിന് ആണ് വരാൻ പോകുന്നത്. 11 മാസ്ക് കൊണ്ടുവരുന്നത്. 1 മണിക്കൂർ കൊണ്ട് അമേരിക്കയിലേക്ക് പോകാവുന്ന, ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ലൂപ്പ് ട്രെയിൻ തുടങ്ങിക്കഴിഞ്ഞല്ലോ. IIT പിള്ളേർ അവിടെ ഡൽഹിയിൽ എത്ര 500 മീറ്ററോ വെച്ച് സിലിണ്ടറിൽ കൂടെ ഹൈപ്പർ ലൂപ്പ്. അപ്പം അങ്ങനെ
ലോകം കാണാൻ പോകുന്നത് നിങ്ങളൊക്കെ, ഞങ്ങൾക്കൊക്കെ ഇത്രയും കാണാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയല്ലോ, ദൈവാനുഗ്രഹം കിട്ടി. ഭാഗ്യത്തെ കൂടുതലായിട്ട് ഞാൻ പറയുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടായി. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് വലിയൊരു തലമുറയാണ്. ശരി, വലിയ ടെക്നോളജിയിലാണ് കാണാൻ പോകുന്നത്. ശരിയല്ലേ? നിങ്ങൾ സ്പേസിൽ പോയി താമസിക്കുന്ന കാലം വരും. അല്ല, അതല്ലേ എലോൺ മസ്ക് പറയുന്നത്. സ്പേസിലേക്ക് ആളുകൾ മാർസിലൊക്കെ അത് പോകുന്നത് പോലെ തന്നെ തിരിച്ചും കൊണ്ടുവരാനായിട്ടാണ് ഒക്കെ കണ്ടുപിടിച്ച്. പിന്നെ അഫ്ഗാനിസ്ഥാനിൽ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഫ്രീ ആയിട്ട് വയർലെസ് ഇൻ്റർനെറ്റ് അങ്ങോട്ട് കൊടുത്തു. സ്പേസ് ഇതിൻ്റെ സ്റ്റാർലിങ്ക് കൊടുത്തു. ഇത് കിട്ടിക്കഴിയുമ്പം എത്ര നാൾ പിടിച്ചു നിർത്താൻ പറ്റും ഒരു സമൂഹത്തെ? അടിമത്തത്തിൽ നിർത്താൻ പറ്റത്തില്ല. അതാണ് ഇപ്പം എല്ലായിടത്തും വിപ്ലവമായില്ലേ. ഇപ്പം എല്ലായിടത്തും പ്രശ്നം. നമ്മൾ നല്ല രീതിയിൽ എവിടെയെങ്കിലും നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഡെമോക്രാറ്റിക്കായിട്ട് മാറ്റിയെടുക്കണം. യുദ്ധമല്ല, യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു പോംവഴിയല്ല. ആണോ? ഫാദറിൻ്റെ ഈ യുദ്ധത്തിൻ്റെ കാര്യം, ഫാദറിൻ്റെ സ്റ്റാൻസ് എന്താ ഈ ഇസ്രായേൽ ഫലസ്തീൻ ഈ കോൺഫ്ലിക്ട്സിൽ? എൻ്റെ ഇപ്പം ഞാൻ പറയട്ടെ, നീതി നടക്കണം, നീതി ഉണ്ടാകണം. അപ്പം ഒരു രാജ്യവും തമ്മിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കണം. അല്ലാതെ ഒരു സംഘടനയല്ല വരേണ്ടത്. ഇപ്പം ലെബനോൻ 1973 വരെ അവിടെ 80% ക്രിസ്ത്യൻസ് ആയിരുന്നു, മുസ്ലിംസ് ആയില്ലേ എന്ന് പറഞ്ഞ് നാളെ ചെന്നിട്ട് നീ എല്ലാവരും കൂടെ മുസ്ലിംസ് ആയിക്കണമെന്ന്, അല്ല ക്രിസ്ത്യൻസ് ആയിക്കണമെന്ന് പറഞ്ഞ് അവരെ കൊല്ലുകയാണ് ചെയ്യണ്ടേ? അവരവരുടെ മതം അനുസരിച്ച് ജീവിക്കട്ടെ. അങ്ങനെ വന്നു. അപ്പം തിരുത്തേണ്ടത് തിരുത്തണം, തിരുത്താൻ പാടില്ലാത്തത് തിരുത്താൻ പറ്റത്തില്ല. നമുക്ക് എല്ലാത്തിനും ഇപ്പം അങ്ങനെ ഒരു രാജ്യം ഉണ്ടായി. അല്ല, ഈ ലെബനനിൽ കൂടുതൽ ഈ റെഫ്യൂജീസ് അല്ലേ വന്നേ? ലെബനോണില് അവിടുത്തെ നിയമങ്ങൾ, ലെബനനിലെ റെഫ്യൂജീസ് ആണ് കൂടുതൽ. ഈ പലസ്തീനിലുള്ള റെഫ്യൂജീസ് വന്നിട്ട് അവിടെ ഭരണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30% ക്രിസ്ത്യാനിറ്റിക്ക് ഭരണത്തിൽ അവിടെ, പിന്നെ അവരെ ക്യാബിനറ്റിലുണ്ടാവുക. പ്രസിഡന്റ് ഇപ്പോഴും ഇവർക്കാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞ അതല്ല, പെർസെൻറ്റേജ് അനുസരിച്ച്. ഞാൻ പറഞ്ഞു സ്പെയിൻ മജോറിറ്റി മുസ്ലിംസ് ആയിരുന്നു, അവരെല്ലാം പിടിച്ച് ക്രിസ്ത്യൻസ് ആക്കിയില്ലേ? അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിൽ ഓരോരുത്തർ ചിന്തിക്കുന്നു. അതൊന്നും ശരിയല്ലല്ലോ. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ല, മതത്തിന്റെ പേരിൽ പാവപ്പെട്ട ആൾക്കാർ ആരും കൊല്ലരുത്, ആരെയും കൊല്ലരുത്. നമുക്ക് മതത്തിന്റെ പേരിൽ മരിക്കാം, മതത്തിന്റെ പേരിൽ കൊല്ലരുത്. അതാണ് ക്രിസ്തുവിന്റെ പ്രിൻസിപ്പിൾ. നിങ്ങൾ മതത്തിന്റെ പേരിൽ മരിച്ചോളൂ, സത്യത്തിന് വേണ്ടി നിങ്ങൾ മരിക്കൂ. പക്ഷെ സത്യത്തിന് വേണ്ടി വേറൊരാളെ കൊല്ലാൻ പോകരുത്. കൊന്നാരും ജയിച്ചിട്ടുണ്ടോ? ഇല്ല. ആരും ജയിച്ചിട്ടില്ല. ഇപ്പം ഗാസ കിടക്കുന്നത് കണ്ടില്ലേ? ഗാസ അങ്ങനെ കിടക്കുകയാണ്. അതുമാത്രം പാവങ്ങളെയാണ് അവിടെ നിന്ന് പായിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും ഈ ജനസേവനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജീവിക്കാവുന്ന ഒരു രീതിയിലല്ല അവിടെ ഇപ്പോൾ കിടക്കുന്നത്. താറുമാറായി കിടക്കുകയാണ്. ആരതിന് ഇത് ചെയ്യും? വീടുകളുണ്ടാക്കി അവിടുത്തെ ജനങ്ങൾ ഇപ്പം പാലസ്തീനിലേക്ക് പൊക്കോ, അവിടേക്ക് പൊക്കോ എന്നൊക്കെ ട്രംപ് പറയുന്നത് 4 വർഷം കഴിയുമ്പം തിരിച്ച് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം പൊളിറ്റിക്സ് ആയിരിക്കാം. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അമേരിക്കൻ വിസ എല്ലാം ഉണ്ട്. നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരു പരിധി വരെ, ഒരു ഭൂരിപക്ഷം വരെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. എങ്ങനെ നടക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. സ്ത്രീകൾക്കും കൊടുക്കണം, പുരുഷന്മാർക്കും കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. അല്ലേ ഇറാൻ പോലെ പൊട്ടും. ഇപ്പം ഇറാനിലെ കാര്യങ്ങൾ കാണുന്നില്ലേ? ഉസ്താദന്മാരെയൊക്കെ നമ്മൾ കാണുന്നില്ല, നിങ്ങൾ കാണുന്നില്ലേ? ഈ തലപ്പാതൊക്കെ അഴിച്ചു കളയിപ്പിച്ചിട്ട് അയ്യോ, അവർ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. മതം പറയുന്നിടത്താണ്. ഇതൊക്കെ ഈ മതം പൊളിറ്റിക്സിലേക്ക് കലരരുത്. രണ്ടായിട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നുള്ളൂ. അത് ഇന്ന് മോസ്റ്റ് മോഡേൺ അത്യന്താധുനിക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ ഈ ലോകത്തിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും? നമ്മൾ പഠിക്കണം ഒരുപാട്. എലോൺ മസ്ക് ഇപ്പോൾ അയാൾ എന്താ ആഫ്രിക്കക്കാരനായിരുന്നു, സൗത്ത് ആഫ്രിക്കയായിരുന്നു. അവിടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ്. അത് കഴിഞ്ഞിട്ട് അയാൾ പഠിക്കുകയാണ്, സയൻസിലൂടെയാണ് മാറ്റം വരേണ്ടത്. ശരിയല്ലേ? നമ്മൾ ഇന്നിങ്ങനെയെല്ലാം ചെയ്യുന്നു. ഇതെല്ലാം ആരുടെ കണ്ടുപിടുത്തമാണ്?
മനുഷ്യരുടെ കണ്ടുപിടുത്തമാണ്. രാത്രികൾ പകലുകളായിട്ട് മനുഷ്യൻ പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതുണ്ടാകുന്നത്. ഇന്നിപ്പം മലയാളത്തിൽ സംസാരിച്ചാൽ കഴിഞ്ഞു, ചൈനയിലായി കഴിഞ്ഞു. മലയാളത്തിൽ സംസാരിച്ചാൽ കേൾക്കുന്നവൻ ഇംഗ്ലീഷിലാണെങ്കിൽ അവൻ ഇംഗ്ലീഷിൽ മനസ്സിലാവും. വെറും ഗൂഗിൾ ട്രാൻസ്ലേഷൻ അല്ല ഞാൻ പറയുന്നത്, സൗണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. സൗണ്ട് അന്നേരം പോലെ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് മൊബൈലിൽ അതിന് ആപ്പ് വരെ ഉണ്ട് ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒക്കെ മൊബൈലിൽ. ഇംഗ്ലീഷിൽ കേൾക്കുന്നു. ഞാൻ പറഞ്ഞത് ആ വലിയ അതുപോലുള്ള സംവിധാനങ്ങൾ ആരാ ഇത് ഉണ്ടാക്കിയത്? ദൈവം ഇങ്ങോട്ട് ഇട്ടതാണോ? ഇത് എന്തെങ്കിലും ദൈവം തന്നതാണോ? ദൈവം പറയുന്നത് യു ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ പങ്കാളികളാകണം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്ന അല്ല, അത് മാത്രമല്ല സൃഷ്ടികർമ്മം എന്ന് പറയുന്നത്. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ലോകത്തിന് കൊടുക്കുമ്പോഴാണത്. അല്ല, പേപ്പട്ടിയെ പോലെ മരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പേപ്പട്ടി കടിച്ചാൽ അവന് വാക്സിൻ കിട്ടിക്കഴിഞ്ഞപ്പോഴല്ലേ അവൻ രക്ഷപ്പെട്ടത്. അതാരെങ്കിലും കണ്ട ലൂയി ഡിസ്പ്യൂട്ടുണ്ട് എങ്കിലും ലൂയി പാസ്റ്റർ അത് കണ്ടുപിടിച്ചെന്ന് പറയുന്നു. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് കണ്ടുപിടിച്ചപ്പോഴല്ലേ അതിന്. അതുകൊണ്ടല്ലേ ഇപ്പം മനുഷ്യൻ പേപ്പട്ടി കടിച്ചാൽ അല്ലാതെ വേറെ എന്തെങ്കിലും പ്രയോഗം ചെയ്ത ഒരു മനുഷ്യൻ രക്ഷപ്പെടുവോ? അല്ല, ഞങ്ങളിത് പറഞ്ഞ കാര്യമാണ്, മടിയന്മാരെ ദൈവത്തിന് ഇഷ്ടമുണ്ടാവില്ല. ഞങ്ങളുടെ ബൈബിളിൽ പറയുന്നത് മടിയനും അലസനും ഉള്ളതല്ല സ്വർഗരാജ്യം. ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ എനർജറ്റിക് അല്ലേ? ഇത്രയും പ്രായമാണെങ്കിലും ഞാൻ എനർജറ്റിക് അല്ലേ? അപ്പം നശ്വരമായ വസ്തുക്കൾ സൂക്ഷിക്കാൻ അറിയത്തില്ലെങ്കിൽ അനശ്വരമായത്. ഞാൻ 2005 ഒരു പള്ളിയിൽ പോയി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പള്ളിയിൽ സാധാരണ പോകാറില്ല. അപ്പോൾ അവിടെയുള്ള അച്ഛന്മാരല്ലേ, ജർമ്മനിയിലൊന്നും അച്ഛന്മാരില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ചങ്ങനാശ്ശേരി രൂപതയിൽ അച്ഛന്മാരെല്ലാം ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അവിടെ ഒരു പള്ളിയിൽ ഇരിക്കാൻ അച്ഛനില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു വരാമോ എന്ന് ചോദിച്ചു. ഞാൻ ചെന്നു. അപ്പോൾ അവിടെ 50 വർഷമായിട്ട് പള്ളിയില്ല. കുട്ടനാടാണ്. ആ കുട്ടനാട്ടിൽ പള്ളിയില്ല. 130 വീട്ടുകാരേ ഉള്ളൂ ആ ഇടവകയിൽ. ഇവരെ കൊണ്ടൊരു പള്ളി പണിയാൻ പറ്റത്തില്ല. പള്ളിയില്ല, വലിയൊരു പാരിഷ് ഹാളും ഇല്ല. കണ്ടങ്കേരി എന്ന് പറയുന്നിടത്ത്. ഈ 130 വീട്ടുകാരെ കൊണ്ട് ഞാൻ 1,87,00,000 രൂപ ഉണ്ടാക്കി. പിരിച്ചതല്ല, താതാന്ന് പറഞ്ഞുകൊണ്ട് പിരിവ് നടത്തിയതല്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ പാമ്പനാറ് ഇടുക്കിയിൽ കിടക്കുന്ന തേയിലപ്പൊടി 1 കിലോ തേയില 3000 വീട്ടുകാരുള്ള ഒരു ഇടവകയിൽ കൊടുത്തിട്ട് പറയാം, നിങ്ങൾ 1 രൂപയും പള്ളി പണിയാനായിട്ട് സംഭാവന ചെയ്യേണ്ട, പള്ളിയും പാരിഷുകളും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു സാധനം ഇതിൻ്റെ MRPയിൽ മേടിച്ചാൽ മതി. ഈസ്റ്റേൺ കറി പൗഡർ കൊണ്ടുവന്നു. 48% ഉള്ളൂ അതിൻ്റെ, അവർക്ക് ഫാക്ടറി കൊടുത്താൽ മതി. 48 രൂപ നമ്മൾ ഫാക്ടറി കൊടുത്താൽ ബാക്കി 52 രൂപ നമുക്ക് ലാഭമാണ് 1 കിലോയിൽ. ഞാൻ പറഞ്ഞ ഒരു 100 അതിൻ്റെ കോസ്റ്റ് ഇതാ ഞാൻ പറഞ്ഞ പെർസെൻറ്റേജാണ് പറയുന്നത്. അപ്പോൾ 300 രൂപയുടെ തേയിലയുണ്ട്, 200 രൂപയുണ്ട്, 100 ഉണ്ട്. ഏത് കൊടുത്താലും നമുക്ക് 50% പ്രോഫിറ്റാണ്. 1 കിലോ തേയില 3000 വീട്ടുകാരുള്ളിടത്ത് നമ്മൾ കൊടുത്താൽ എന്താ നമുക്ക് കിട്ടുന്നത്? 3 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. ഞാൻ നോക്കിയപ്പോൾ നിമിഷ നേരം കൊണ്ട് പൈസയായി. ഹ്യൂമൻ റിസോഴ്സ് ഈസ് ദ റിയൽ റിസോഴ്സ്. മനുഷ്യനുണ്ടോ അവിടെ? ഇപ്പോൾ അമേരിക്കയും ചൈനയും ഒക്കെ ഓടി നടക്കുന്നത് എന്തിനാ? ഇന്ത്യയിലേക്ക് വരികയല്ലേ, ഓരോ ഫാക്ടറി ആയിട്ട് വരികയല്ലേ. കാരണം ഇന്ത്യയിലാണ് മാർക്കറ്റ്, അല്ലെ ചൈന ജനമുള്ളടത്തെ മാർക്കറ്റ് ഉള്ളൂ. ഇന്ത്യ വലിയൊരു മാർക്കറ്റ്, വലിയൊരു മാർക്കറ്റ് അല്ലേ? ശരിയല്ലേ? അപ്പം ഇപ്പം നമ്മുടെ നാട്ടിൽ ഓരോ ഫാക്ടറീസ്, ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ്, ഓരോന്ന് കാര്യം. നമ്മൾ തമിഴ്നാട്ടിൽ തിരുപ്പതിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 40 രൂപയുടെ ഷർട്ടാണ് നമുക്ക് കേരളത്തിൽ 200 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഈ 40 രൂപയുടെ ഷർട്ട് നമ്മൾ മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്താൽ നമ്മുടെ ആളുകളുടെ കച്ചവടം പോയില്ലേ? ഞാൻ പറയുന്നത് കച്ചവടം എന്ന് പറയുന്നത് ലുലുമാളൊക്കെ പോലെ വലിയ ഭയങ്കര സംഭവമായിരിക്കണം. ബാക്കിയുള്ളവരൊക്കെ 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ടെറസിലെങ്കിൽ അവിടെ വെണ്ടയും പയറും ഒക്കെ നടുന്ന ഞങ്ങളുടെ അച്ഛന്മാരുണ്ട്. ഈ ടെറസിൽ കൃഷി ചെയ്യുന്നത്. നമ്മൾ കൃഷി ചെയ്തിട്ട് ഇത് ഈ സാധനം ഇടാതെ കോവലോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടെറസിന് ഇത് തണലും കിട്ടും, പച്ചപ്പുമായി, കൃഷിയായി. നമ്മൾ രാസവളം ഇല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇതെല്ലാം. ഇപ്പം 24 എലമെൻറ്റ് നമ്മുടെ ശരീരത്തിൽ വരാൻ പാടുള്ളൂ. മീൻ നല്ലതാണ്, പക്ഷേ മീൻ വർഷങ്ങൾ ഇരിക്കാൻ വേണ്ടി, അല്ലെ നാളുകൾ ഇരിക്കാൻ വേണ്ടി അതിനകത്ത് അമോണിയ കലർത്തുന്നിരിക്കട്ടെ, നമുക്ക് ആ എലമെൻറ്റ് നമുക്ക് പോയിസണാണ്. കുറേശ്ശെ ഈ പോയിസൺ കയറിയാൽ, ഒന്നിച്ച് പോയിസൺ എടുത്ത് കഴിച്ചാൽ പോയിസൺ തന്നെയാണ്. ഇപ്പം
നമ്മൾ എടുക്കുന്നതെങ്കിൽ അന്നേരം നമ്മൾ മരിച്ചു പോകും. കുറേശ്ശെ ആണെങ്കിൽ നമ്മൾ മെല്ലെ മരിക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ആളുകൾ കള്ളിങ്ങനെ മാട്ടുന്നു. ഈ അതാ ഞാൻ പറഞ്ഞ ഗവൺമെൻറ് എത്ര നീചമാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മുടെ കാര്യം പറഞ്ഞു. ഇത്രയും രൂപ വിലയുള്ള ഇതിന് ഇത്രയും രൂപ മേടിച്ചിട്ട് ഈ ടാക്സ് മേടിച്ച് ഈ ഗവൺമെൻറ് ഓടിക്കുക, നാണമില്ലേ എന്നാ ചോദിക്കുന്നത്. വലിയൊരു വരുമാനമാണ് കേരളത്തിന്റെ, വലിയൊരു വരുമാനമാണ്. ഞാൻ ചോദിക്കുന്നത് ഇത് 100 രൂപയ്ക്ക് കൊടുക്കുക. പകലന്തിയോളം ജോലി ചെയ്യുന്ന അവനെ സംബന്ധിച്ചിടത്തോളം അവന് ചില പൂസാകണമായിരിക്കാം. ഞാൻ പറയുന്നത് അവൻ 100 രൂപയ്ക്ക് കഴിക്കട്ടെ, അല്ലെ 150 കഴിക്കട്ടെ. ബാക്കി രൂപ അവൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളും ഭാര്യയില്ലേ, അവിടെ കൊണ്ട് കൊടുക്കാൻ മേലെ. അങ്ങനെയല്ല ഇവിടെ നിങ്ങളിവിടെ ഏത് മാർക്കറ്റിലും കയറിയ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഓർക്കായി എല്ലാം മേടിക്കും. ഇവിടെ എല്ലാവരും മരിക്കുന്നത് 100-105 വർഷം കഴിച്ചിട്ടാണ് ഒരുമാതിരിപ്പെട്ട. നമ്മുടെ നാട്ടിലോ 100 വർഷം ജീവിച്ചിരിക്കേണ്ടവൻ ഇതെടുത്ത് മാറ്റി ലിവർ സിറോസിസാണ് വരുന്നത്. അത് ഇവിടുത്തെ ഓരോ കുഞ്ഞിനും അറിയാം. കൂടുതൽ കഴിച്ചാൽ ലിവർ സിറോസിസ് വരുമെന്നും മരിക്കുമെന്നും. ഇത് ഇച്ചിരി കുറച്ച് എല്ലാ ദിവസവും കഴിച്ചാൽ കൊളസ്ട്രോൾ ഈസ് ഇറ്റ് ഹാംഫുൾ ഓർ ഈസ് ഇറ്റ് ഹെൽത്തി എന്ന് ചോദിച്ചുകൊണ്ടുണ്ട്. ആൽക്കഹോളിനെ കുറിച്ച് റീഡ്യൂസ് ഡൈജസ്റ്റ് വലിയ പഠനം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി. വീഞ്ഞ് എന്ത് നല്ല ഉപകാരം ചെയ്യുന്നു. അല്ലെങ്കിൽ അമിതമായാൽ അമൃതം വിഷമാണ്. ഏതായാലും ചോറ് നല്ലതാണ്, ചിക്കൻ ബിരിയാണി നല്ലതാണ്, എല്ലാ ദിവസവും കഴിച്ചേ. അതിനകത്തോട്ട് നിങ്ങളുടെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ഈ ഹാർട്ടിൻ്റെ ആർട്ടറിയിലൂടെ 6500 ലിറ്റർ രക്തം എന്ന് പറഞ്ഞാൽ 3250 ലിറ്റർ അങ്ങോട്ടും 3250 ലിറ്റർ രക്തം ഇങ്ങോട്ടും ഒഴുകണം. ആകെപ്പാടെ 5-6 ലിറ്റർ രക്തം ഉള്ള ഒരു മനുഷ്യ ശരീരത്തിൽ ഇത് റൊട്ടേറ്റ് ചെയ്യണം. ഈ കൊളസ്ട്രോള്, ഈ സാധനങ്ങൾ പാലായാലും നെയ്യായാലും നമ്മളിത് കഴിച്ചിട്ട് ജോലി ചെയ്യുന്നില്ല എങ്കിൽ ഇത് നേരെ രക്തത്തിലൂടെ അലിയാതിത് നമ്മുടെ ബ്ലഡിൻ്റെ അറയിൽ ചെല്ലും. ഇത് ബ്ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഈ രക്തം ഒഴുകല അപ്പളാണ് പൊട്ടുന്നത്. 3ാമത്തെ പൊട്ടലിന് ആൾ മരിക്കും. അതിന് മുമ്പായിട്ട് ബൈപ്പാസ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ഇടണം, ഇതെല്ലാം ചെയ്യണം. ഇതൊക്കെ കണ്ടുപിടിച്ചത് മനുഷ്യൻ്റെ അത്ഭുതം. ഇപ്പോഴത്തെ ക്യാൻസറിന് വലിയ റഷ്യ, ഇവിടെ സൗത്ത് കൊറിയ വേറൊരു അത്ഭുതം കണ്ടു. ഇന്നലെ കണ്ടുണ്ടായിരുന്നു. ഞാൻ ഈ എപ്പോഴും ന്യൂസ് അനലൈസ് ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഇതുവരും ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ എല്ലാത്തിനും അപ്പം നമ്മൾ അമിതമായിട്ട് ഭക്ഷണം ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ 24 വയസ്സ് വരെ നമ്മൾ ഭക്ഷണം കഴിക്കണം, നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം. നമ്മുടെ എല്ലും പല്ലും ഒക്കെ വളരുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അധ്വാനത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എനിക്ക് 90 വയസ്സ് വരെ ജീവിക്കേണ്ടത് ഞാൻ 70-ൽ കട്ട് ഷോട്ടാക്കും. ശരിയല്ലേ? എനിക്ക് ഷുഗറുണ്ട്, ഞാൻ ഒരു ലഡു എടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് ഏത് അവയവത്തിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നോർമലായിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് ഏതാ, നാക്കിനാണോ വായിക്കാണോ? തലച്ചോറ് ഞാൻ വേദനയും സന്തോഷമൊക്കെ കിട്ടുന്ന അതാണ് പറഞ്ഞാൽ ഓർഗനാണല്ലോ നമ്മുടെ ഭക്ഷണം. അപ്പോൾ അതിലേക്ക് വാ, ഞാൻ പറഞ്ഞത് അതിൻ്റെ ആ ഫിസിക്കൽ സെൻസിലേക്ക് ഞാൻ പറയും അല്ല എന്ന് പറയും. കാരണം ഞാൻ ഡയബറ്റിക് ആണെന്ന് വിചാരിക്കുക. ഞാനൊരു ലഡു എടുത്തു വായിലിട്ടു. കുറേ നേരം നാവാണെങ്കിൽ ഞാൻ ആ വായിൽ നിന്ന് അത് ഇറക്കാതിരുന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് തുപ്പിക്കളഞ്ഞിട്ട് വായിൽ വെള്ളം ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് പോലും ഷുഗർ കയറത്തില്ല. അപ്പം നമ്മൾ ഇറക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷറുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇവിടെ നമ്മൾ ഇറക്കുമ്പോൾ ഇപ്പം നമ്മൾ വിശന്ന് കിടക്കുന്ന ഒരു പട്ടിയുടെ മുമ്പിലേക്ക് ഒരു കഷ്ണം ഇറച്ചി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതെടുത്ത് അങ്ങ് വിഴുങ്ങുക ചെയ്യുന്നത്, ഇല്ലേ? അപ്പോൾ ഭക്ഷണം തന്നെ നമുക്ക് ഒരുപാട് സമയം എടുത്ത് കഴിക്കാം. ഇത്തിരി സമയം ഇവിടെയൊക്കെ ഓരോരുത്തർ ഭക്ഷണം കഴിക്കുന്നതായിട്ട് നമ്മൾ ഡിന്നർ ഞങ്ങളെയൊക്കെ വിളിക്കുമ്പം ഇവർ ഒരുപാട് സമയം എടുത്താണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ നാട്ടിലോ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിപ്പ് തീർത്തു. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. 24 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ ഈ ബ്ലഡ് നോക്കണം. 24 എലമെൻറ്റ്സിൽ ഏതിനെങ്കിലും കുറവുണ്ടോ? 68% ഓക്സിജൻ ഉണ്ടോ? 4 എലമെൻറ്റ്സാണ് 96% എന്ന് പറയുന്നത്. ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ. 96
ബാക്കിയുള്ള 20 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മൈന്യൂട്ടായിട്ടേ ഉള്ളൂ. പോയിൻറ്റ് സോഡിയം 0.4, അല്ലെങ്കിൽ പൊട്ടാസ്യം, സിങ്ക്, അയൺ, ഇതെല്ലാം ഇങ്ങനെ കുറേശ്ശാണ്. അപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് എൻ എലമെൻറ്റ് ഇസ് കോൾഡ് സിക്നസ്. എന്തെങ്കിലും ഒരു എലമെൻറ്റ് കുറഞ്ഞാൽ അത് രോഗമാണ്, ഒരു എലമെൻറ്റ് കൂടിയാൽ രോഗമാണ്. അപ്പോൾ അതാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എൻ്റെ കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടോ, അല്ലെ കുറഞ്ഞിട്ടുണ്ടോ, അല്ലെ ഇത് കുറഞ്ഞാലും കുഴപ്പമാണ്, കൂടിയാലും കുഴപ്പമാണ്. അപ്പം കുറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മളതിൻ്റെ ആ എലമെൻറ്റ് നമ്മൾ ടാബ്ലറ്റായിട്ട് എടുത്ത് കഴിക്കണം, അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ നമ്മൾ ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ എലമെൻ്റ് ഉള്ള ഒരു ഭക്ഷണം ഏതാണെന്നറിയാമോ? ഡേറ്റ്സ്, ഈന്തപ്പഴമാണ്. 16 എലമെൻ്റ് ഉണ്ട് ഈന്തപ്പഴത്തിനകത്ത്. ഗൂഗിളിൽ അടിച്ച് നോക്കാം. 16 എലമെൻ്റാണ് ഇതിനകത്തുള്ള. കൂടുതലും കാർബോഹൈഡ്രേറ്റ് ആണ്, ഓക്സിജനും ഹൈഡ്രജനും ഇതാണ്, കാർബണുമാണ്. പക്ഷെ ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം ഉണ്ട് അതിനകത്ത്. ഞങ്ങളതാ നോമ്പ് അത് കഴിക്കുന്നത്. അപ്പം അതിനകത്തുണ്ട് അത്രയും റിച്ചായിട്ട്. ഞാനിപ്പം പറമ്പിൽ പോയി ജോലി ചെയ്യുകയെന്ന് വിചാരിക്കുക, വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കാർബോഹൈഡ്രേറ്റ് വേണം. അതാണ് ഇന്ധനം. ഷുഗറാണ് ഇന്ധനം. നമ്മുടെ ഇന്ധനം എന്ന് പറയുന്നത് ഷുഗറാണ്. നമ്മൾ ജോലി ചെയ്യുന്ന അതാണ്. അതേ അവസരത്തിൽ നിങ്ങൾ ജോലി ചെയ്യാതെ കഴിച്ചാൽ ഇത് തീർച്ചയായിട്ടും ഇവിടെ ചെന്നടിയും. കുറേശ്ശെ മൈന്യൂട്ടായിട്ട് അടിച്ചുകൊണ്ടിരിക്കും. 100 വയസ്സ് വരെ ജീവിക്കേണ്ടിടത്ത് നമ്മൾ പിന്നെ കുത്തി കീറി ഇത് കളഞ്ഞിട്ട് വേറെ വെച്ച്, അല്ലെങ്കിൽ ഇതിനകത്ത് സ്റ്റെൻറ്റ് ഇട്ടൊക്കെ ആയിരിക്കണം പിന്നെ മുന്നോട്ട് പോകണ്ടേ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാം പഠിക്കാം. നമ്മൾ അപ്പം മതം എന്ന് പറയുന്നത് എൻ്റെ കുത്തകയല്ല. നിങ്ങളിപ്പം ക്രിസ്തു മതത്തെ നിങ്ങൾ താല്പര്യപ്പെട്ടാൽ നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ട് ക്രിസ്തു മതത്തെക്കുറിച്ച് പഠിക്കാം. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ഉസ്താദ് പഠിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാം. അപ്പോഴാണ് നമ്മൾ ഞങ്ങൾ എല്ലാവരോടും പറയുന്നൊരു കാര്യം, എല്ലാവരും എല്ലാ മതത്തിനെ കുറിച്ചും പഠിക്കണം, ഔട്ട് ഓഫ് ദ ബോക്സ് വന്ന്. അതെ കുറേ ഞങ്ങൾ പറയുന്ന കാര്യം, എല്ലാ മതത്തിലും നന്മകളാണ് കൂടുതൽ. തീർച്ചയായിട്ടും എല്ലാ മതം സ്നേഹിക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അച്ഛനോട് ചോദിക്കാനുള്ള കാര്യം, അപ്പോൾ ജൂയിഷ് റിലീജിയനാണ് കേരളത്തിൽ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ സിനഗോഗൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ക്രിസ്ത്യാനിറ്റി വന്നതല്ലേ? പിന്നെ ക്രിസ്ത്യാനിറ്റി, യേശു ക്രിസ്തു ജൂതനായിരുന്നല്ലോ. അതെ, ജൂതനായിട്ടാണല്ലോ ജനിച്ചത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനായിട്ട് ജനിച്ചു. പക്ഷേ അദ്ദേഹം മനുഷ്യനായിട്ട് ജനിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ബൈബിൾ അനുസരിച്ച് പറയുന്നത് മനുഷ്യരെ രക്ഷിച്ചത് പുള്ളി ഇതാണ്. ഇവിടെ വേറൊരു മാർഗമില്ല, അത്ഭുത മാർഗമൊന്നുമില്ല. ഇവിടെ കുരിശെടുക്കണം, സ്വന്തം ഉത്തരവാദിത്വം ചെയ്യണം. ഉത്തരവാദിത്വം ചെയ്തു കഴിഞ്ഞാൽ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാം, സ്വർഗത്തിൽ പോവാം. സ്വന്തം ഉത്തരവാദിത്വം. അതുപോലെ തന്നെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ സാധിക്കില്ലാത്തവനെ സഹായിക്കുന്നത് ഉത്തരവാദിത്വമാണ്. ഒരു ഗ്ലാസ് പച്ചവെള്ളം നിങ്ങൾ എൻ്റെ നാമത്തിൽ കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം മാത്രം നമുക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്യുക, മനുഷ്യർക്ക് വേണ്ടി, മാനവകുലത്തിന് വേണ്ടി. സയൻറ്റിസ്റ്റൊക്കെ അങ്ങനെയല്ലേ ചെയ്തത്? അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ലല്ലോ. അവരിരുന്ന് കണ്ടുപിടിച്ചത് കൊണ്ടാണ് പല രോഗങ്ങളും ഇന്ന് നമ്മളിൽ നിന്ന്, ഈ ദീർഘായുസ്സൊക്കെ നമുക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? വീണ്ടും ഹാർട്ട് എടുത്ത് മാറ്റി വെക്കുന്നു. ഇതിപ്പോൾ ഫ്രാൻസിൽ ചെന്ന് 25 ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ നമ്മുടെ മുഖം മൊത്തം മാറ്റി തരും. പ്ലാസ്റ്റിക് സർജറി. എൻ്റെ പ്രായമൊക്കെ മാറ്റിയെടുത്ത് നല്ല സുന്ദരനാക്കി തരും, നിങ്ങളെക്കാൾ ചെറുപ്പക്കാരനാക്കി തരും. 25 ലക്ഷം രൂപ കൊടുത്താൽ മതി. ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യാനുണ്ട്. ഇപ്പം എനിക്ക് മുടിയില്ലായിരുന്നു, എന്നെ ഭയങ്കരമായിട്ട് ഇത് പറഞ്ഞു. ഞാൻ എൻ്റെ മുടി പുറയിൽ നിന്ന് എടുത്ത് ഇവിടെ വെച്ചതാണ്. എവിടുന്നാ ചെയ്തേ? ഒരു ഡോക്ടർ എനിക്ക് ചെയ്തത് എറണാകുളത്ത് ഫ്രീ ആയിട്ട് ചെയ്തു തന്നാ. ഞാനൊരു കൗൺസിലിംഗ് കൊടുത്തേനെ. അത്രയും പറഞ്ഞ് അച്ഛൻ്റെ മുടി ഞാൻ ശരിയാക്കി തരാം. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ അനുവാദം ഇല്ല, പൈസ കൊടുത്ത് അങ്ങനെ 1.5 ലക്ഷം രൂപ കൊടുത്ത്. അപ്പോൾ ആ ഡോക്ടറിന് വലിയ താല്പര്യം ഇപ്പം ചെയ്തു തന്നാൽ. എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ ആരോഗ്യം എന്ന് മാനസിക ആരോഗ്യമാണ്. അത് പോയാൽ പോയി. അതെ, നമ്മുടെ എത്ര വലിയ ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിലും മാനസികാരോഗ്യം പോയാൽ പോയി. ഏത് ഏജ് ആയാലും നമ്മൾ പറയല്ലേ, മരിക്കാൻ കിടക്കുമ്പോഴും ഒന്ന് മാന്താൻ പറ്റിയെങ്കിൽ മാന്തണമെന്ന് പറയല്ലേ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സെൻസ് എന്താണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കിടന്നായാലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രം ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫ്. അപ്പോൾ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവം മനുഷ്യനായി അവതരിച്ചു. മനുഷ്യനായിട്ട് ഇനിയും ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്വങ്ങൾ ചെയ്യണം. ഏത് കമ്മ്യൂണിസം ആണെങ്കിലും പറയുന്നത് ഇതല്ലേ,
നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യണമെന്നാണ്, ജോലി ചെയ്യണമെന്നാണ് പറയുന്നത്. അതൊരു ചൈനീസ് ലേഡി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ദൈവങ്ങളിലല്ല വിശ്വസിക്കുന്നത്, ഞങ്ങളെ കൈകളിലാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അവർ പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ദേ ആർ ബിലീവിങ് ദെയർ സെൽഫ്. സോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് അവരെ കൂടുതൽ ഇന്നോവേഷനൊക്കെ. ജപ്പാനും ചൈനയും ഒക്കെ അങ്ങനെയല്ലേ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവരെ കൊല്ലുന്നുണ്ടോ? അതിൽ ദൈവം വിളിക്കുന്നില്ലെന്ന് പറയാം. ദൈവം ഇതിനെക്കുറിച്ചൊന്നും ബോധേടല്ല. നല്ല മനുഷ്യരായി ജീവിച്ചാൽ നിങ്ങൾക്കതിൻ്റെ സമാധാനം കിട്ടും. ഞാൻ അച്ഛനോട് ചോദിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മുമ്പൊക്കെ പോപ്പിൻ്റെ വേർഡ്സിനൊക്കെ വലിയ പവർഫുള്ളായിരുന്നു. ഇപ്പോൾ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ രാജ്യക്കാർ ചെയ്യില്ല. പണ്ട് അങ്ങനെ അല്ല, പണ്ടത്തെ കാര്യം, പണ്ട് പോപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര പവർഫുള്ളായിട്ട് ഒരു ഓർഡർ അപ്പോയിന്റ് ചെയ്യുന്നത്. അതെ അതെ, യൂറോപ്പിലെ മൊത്തം രാജാക്കന്മാരെയും അല്ല അപ്പോയിന്റ് ചെയ്യുന്നത് പോപ്പായിരുന്നു. അതെ, അന്നത്തെ ഓർഡേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ നിർത്തുമായിരുന്നു. ഇപ്പോൾ പോപ്പ് റീസെൻ്റ്ലി പറയുന്നുണ്ടായി പലസ്തീനിൽ നടക്കുന്ന ജെനോസൈഡാണെന്ന് പറയുന്നുണ്ടായി. പക്ഷേ ഇപ്പോൾ പക്ഷേ അത്ര വലിയ ഇപ്പോൾ ഒരു ഗവൺമെന്റിന്റെ അടുത്ത് പറയാണ്, ഇപ്പോൾ US-ന്റെ അടുത്ത് പറയാണ് നിർത്തണം എന്ന് പറഞ്ഞാൽ അവര് പോപ്പല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പോപ്പിന്റെ കാര്യം രാജ്യം നോക്കിയാൽ മതി എന്ന് പറയും. വത്തിക്കാൻ പറയുന്ന ഒരു രാജ്യം പോലാണല്ലോ ഇറ്റലി കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കിയാൽ മതി, ഞങ്ങൾ ഇവിടെ നോക്കിക്കോളാം. അതെന്താ അങ്ങനെ ആവാൻ കാരണം? പണ്ട് കാലത്ത് പോപ്പിന്റെ വാക്കുകൾക്ക് അത്രയും ആളുകൾ വാല്യൂ കൊടുത്തിരുന്നു. ഇപ്പോ അതിനൊരു സ്വാധീനം ഇല്ല, രാഷ്ട്രീയ സ്വാധീനം ഇല്ല. അതുപോലെ തന്നെ ഇവിടെയുള്ളവരൊന്നും മതം നോക്കുന്നേ ഇല്ല. അല്ല പോപ്പ് പറഞ്ഞനുസരിച്ചല്ല വോട്ട് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ പറയട്ടെ, നരേന്ദ്രമോദിക്ക് ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ അടിപൊളി തെറ്റിയിരിക്കുകയാണ്. കാരണം അയോധ്യയിൽ രാമക്ഷേത്രം പണിതല്ലോ, പക്ഷെ അയോധ്യ സീറ്റ് പുള്ളിക്ക് നിലനിർത്താൻ സാധിച്ചില്ല. അയോധ്യ സീറ്റ് നിലനിർത്താൻ പറ്റിയോ? അപ്പം മാറുക, ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്ത് നന്മ വരുന്നു എന്നാണ് ഇപ്പം ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം നോക്കുന്നത്. എന്ത് നന്മ ഉണ്ടാകുന്നു എന്നാണ് നോക്കുന്നത്. ഒരു വ്യക്തി മതമൊക്കെ മാറിപ്പോകും. മതത്തിലൂടെയൊന്നും പൊളിറ്റിക്സിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അതെല്ലാം മാറിപ്പോകും. എനിക്കെന്ത് കിട്ടി, ശരിയല്ലേ? ഇപ്പം ഞാൻ കുട്ടനാട്ടിലായിരുന്നപ്പം ഒരു ഇങ്ങനെ പറയുന്നു, ശരിയാണോ എന്നൊന്നും അറിയത്തില്ല. ഒരു കുവൈറ്റ് ചാണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇലക്ഷൻ്റെ തലേദിവസം എല്ലാവർക്കും കൊണ്ട് 2000 രൂപ വെച്ച് കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ സത്യമാണോ കേട്ടു. പക്ഷേ അവിടെ ജയിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ തോറ്റിട്ട് ഈ പുള്ളി ജയിച്ചു. ഈ പൈസ കൊടുത്തില്ല. പൈസ കൊടുത്ത് എന്തുമാത്രം പേർക്ക് പൈസ കൊടുക്കുന്ന ഇലക്ഷൻ വരുമ്പം പൈസയും കുപ്പിയൊക്കെ കൊടുക്കുന്നില്ല. നമുക്ക് നഗ്നമായിട്ടുള്ള സത്യമാണ്. എപ്പോഴും കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നില്ല. അപ്പോൾ വോട്ട് എങ്ങനെയാ പോകുന്നത്? അപ്പോൾ യഥാർത്ഥ ജനാധിപത്യമാണോ അത്? അല്ല, കാര്യങ്ങൾ ആ മനസ്സിലാക്കി. ഒരു കൺസെപ്റ്റ്, ഡെമോക്രസിയുടെ കൺസെപ്റ്റ് അച്ഛൻ പറഞ്ഞ പോലെ കറക്റ്റാണ്. പക്ഷെ അത് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നോടത്ത് കുറേ പ്രശ്നങ്ങളും കറപ്ഷൻ കൂടുതലാണ്. തീർച്ചയായിട്ടും ഇതൊന്നും നോക്കാതെ നമ്മൾ നല്ലൊരു രാഷ്ട്രീയക്കാരൻ, സേവനം, ഒരാൾ പറയുകയാണ് എനിക്ക് രാഷ്ട്രീയത്തിൻ്റെ പൈസയും വേണ്ട. ഇപ്പം മമതാ ബാനർജി പുള്ളിക്കാരി സാലറി എടുക്കുന്നില്ല, ഒരു സാലറിയും വാങ്ങിക്കുന്നില്ല. എനിക്കിപ്പോൾ ഒരു അപ്പം നമ്മുടെ യൂസ്ഫില്ലി രാഷ്ട്രീയത്തിലേക്ക് വരും. അദ്ദേഹം പറയാണ്, എനിക്ക് ഈ രാജ്യത്തിൻ്റെ ഒന്നും വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് പ്ലെയിനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, ഞാൻ ഇത് രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ എൻ്റെ വണ്ടിക്ക് വന്നോളാം എന്ന് പറയുമ്പം ജനങ്ങളുടെ പൈസ അല്ലല്ലോ പോകുന്നത്. ഇത് മുഴുവൻ ഖജനാവിൽ നിന്നും വലിക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്. ഇവിടെയൊക്കെ ഈ അച്ഛന്മാരുണ്ടല്ലോ, രാവിലെ കുർബാന കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കാൻ പോകണം സ്കൂളിൽ. മതവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും അവർ ധാർമ്മികത പഠിപ്പിക്കണം, തെറ്റും ശരിയും പഠിപ്പിക്കണം പിള്ളേരെ. അത് +2 വരെയുള്ളവർക്ക്. അച്ഛന്മാർക്ക് ജർമ്മനിയിലൊക്കെ ശമ്പളം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ്. പക്ഷെ ഗവൺമെൻറ് കൊടുത്താലും ഇവരെല്ലാ കാര്യങ്ങളും ജോലി ചെയ്യണം. പള്ളിയിലെ പരിപാടി കഴിഞ്ഞാൽ അത് 1 മണിക്കൂർ പരിപാടി, അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി ചെയ്യണം. അപ്പം ഞങ്ങൾ ആശ്രമത്തിലാണെങ്കിലും അങ്ങനെയാണ്. രാവിലെ 1 മണിക്കൂർ ധ്യാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെല്ലാമാണ് ജോലി ചെയ്യേണ്ടത് അതെല്ലാം ഞങ്ങൾ ചെയ്യണം. കൃഷിയാണെങ്കിൽ കൃഷി, A to Z കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണം. അത് എന്നാലേ മനുഷ്യൻ്റെ ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഈ മതങ്ങളും പൊളിറ്റിക്സും ഇപ്പോൾ ഒരുപാട് ഇതാക്കുന്നുണ്ട്. അതായത് കേരളത്തിൻ്റെ പ്രശ്നം ഏറ്റവും വലിയ മദ്യപാനമാണ്.
മദ്യപാനം ലോട്ടറിയാണ്. മനുഷ്യരെ മടിയരാക്കിക്കൊണ്ട് ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അവന് മറ്റേ വീട് പോലും നശിപ്പിച്ച് കളയാം. അച്ഛനിപ്പോൾ ഈ ഓൺലൈൻ ബെറ്റിങ്ങും ഓൺലൈൻ ലോട്ടറിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? ഓൺലൈൻ ബെറ്റ് ചെയ്യുന്നതും പൈസ ഒരുപാട് നഷ്ടപ്പെടുത്തുന്നതൊക്കെ ആപ്പുകളിലും ഗെയിം കളിക്കുന്ന അറിയാം, കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഓരോരുത്തർ വിളിച്ചു പറയും ഞാൻ തൂങ്ങി മരിക്കല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ. അതുപോലെ ഗാംബ്ലിങ്, അത് കസിനോ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മളെ ആൾക്കാർ തന്നെയാണ്. നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അവർ ഇത് വരുന്നത് നോക്കുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത് ഇപ്പോൾ വേറൊരു അച്ഛന് ഈ വേർഡ് ഇപ്പോൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഈ ക്രിസംഗികൾ എന്ന് പറഞ്ഞിട്ടൊരു ടൈം കേരളത്തിൽ ഈയിടെയായിട്ടൊക്കെ സംഘികൾ സുഡാപ്പികൾ ഇതൊക്കെ വരുന്നുണ്ട്. ഞങ്ങളൊക്കെ സുഡാപ്പികൾ അല്ല അങ്ങനെ എല്ലാവരും വിളിക്കില്ല. അച്ഛപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്സിൽ എങ്ങനെയെങ്കിലുമൊക്കെ അവരൊക്കെ തീവ്രവാദികളാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ആൾക്കാർ ഇവൻ അങ്ങനെയാണെന്നുള്ള ചാപ്പ കുത്ത്. അപ്പോൾ ഇങ്ങനത്തതൊക്കെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഞങ്ങൾ ഇത് റീസെൻ്റ്ലി ഫലസ്തീനെ പറ്റിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പേജ് ഞങ്ങൾ ഇതാക്കിയിട്ട് ഇവർ തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട്, അപ്പോൾ അതിൻ്റെ അടിയിൽ 2 പേജുകൾ അതിൽ കൊളാബറേഷൻ ചെയ്തിരിക്കണം. ഒന്ന് കാവിപ്പട എന്ന് പറഞ്ഞൊരു പേജും ഒന്നൊരു നസ്രാണി എന്ന് പറഞ്ഞൊരു പേജ്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഒരു അറ്റാക്ക് ഇത് ഇങ്ങനെ ഒരുമിച്ച് എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ എങ്ങനെ അച്ഛന് തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയോട് BJP ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ സ്വാധീനം വരുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടം കൂടി വരുന്നുണ്ട് എന്നുള്ളത്? കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു വേറൊരു പാർട്ടിനോട് കൂടുതൽ ഇഷ്ടം കൂടുതലോ അങ്ങനെ മാറി വരുന്നുണ്ടോ? അപ്പോൾ കൂടുതലും മാറുന്നു, കേരളത്തിൽ മാറുന്നുണ്ട്. ഇപ്പം ഒരു മത തീവ്രത കൊണ്ടുവരാനായിട്ട് ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് പലതരത്തിലുള്ള അനീതികളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രശ്നം ഞാൻ പറയാം. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ 100 കോടി മാറ്റിവെച്ചിരിക്കുന്നു മദ്രസ അധ്യാപകന്മാർക്ക് വേണ്ടി. അവർക്ക് ലോൺ പലിശയില്ല, അത് 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കരുതെന്ന് പറയുന്നില്ല, അവർക്ക് കൊടുക്കണം. ഇതുപോലെ തന്നെ മതം പഠിപ്പിക്കുന്ന വേറെ അധ്യാപകർ എല്ലാ മതത്തിലും ഉണ്ട്, എന്ത് മതത്തിലും ഉണ്ട്. നമ്മളിപ്പം ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ബ്രാഹ്മണർ വേദന അനുഭവിക്കുന്നവരുണ്ടെന്നറിയോ? ഇപ്പം നമ്മൾ റിസർവേഷൻ വെച്ചിരിക്കുക, 50% റിസർവേഷനുണ്ട്. ലത്തീൻ ക്രിസ്ത്യാനിക്ക് 2%, മുസ്ലിംസിന് 10%, SC/ST 25, പിന്നെ ഈഴവർക്ക് 13, ഇങ്ങനെയെല്ലാം വെച്ച് 50%, 10% ഇക്കണോമിക് ക്രൈറ്റീരിയ. എൻ്റെ അഭിപ്രായം ഈ റിസർവേഷൻ എല്ലാം മാറ്റിയിട്ട് VP സിംഗ് കൊണ്ടുവന്ന മണ്ഡൽ കമ്മീഷൻ എന്ന് പറയും, ദാരിദ്ര്യത്തിലുള്ളവരെ അവരെ ഗ്രേഡ് തിരിക്കുക, യഥാർത്ഥത്തിലുള്ള അതാണ് ചെയ്യേണ്ടത്, അവർക്കെല്ലാം കൊടുക്കുക. ശരിയല്ലേ? അതാണ് കൊടുക്കേണ്ടത്. മതത്തിൽ മുസ്ലിം മതത്തിൽ റിച്ച് ആയിട്ടുള്ളവരില്ലേ, അവരുടെ മക്കളെ അവർ നല്ല രീതിയിൽ ഇംഗ്ലീഷ് മീഡിയത്തിലും അതുപോലെ തന്നെ ടോപ്പായിട്ട് പഠിപ്പിച്ചു കാശുണ്ട്. അവരാ റിസർവേഷൻ്റെ ആനുകൂല്യം 100 ഡോക്ടർ ഉണ്ടെങ്കിൽ സീറ്റ് ഉണ്ടെങ്കിൽ 10 മുസ്ലിംസിനാണ്. അതുകൊണ്ട് ആർക്കാ കിട്ടുന്നത്? മുസ്ലിംസിൽ പണമുള്ളവർക്കും ഡോക്ടേഴ്സിൻ്റെ മക്കൾക്കും അത് കിട്ടുന്നത്. ശരിയല്ലേ? ഡോക്ടേഴ്സിൻ്റെ മക്കൾക്കും അത് കിട്ടുന്നത്. ഫിനാൻഷ്യൽ റിസർവേഷൻ കൊണ്ടുവരണം. മണ്ഡൽ കമ്മീഷൻ. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഏത് സമൂഹവും മനുഷ്യനാണ് എല്ലാവരും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. മതമൊന്നും അതിനകത്ത് കലർത്തരുത്, ദാരിദ്ര്യം മാത്രമായിരിക്കണം. ബേസ് ആയിട്ടുള്ളത് എടുക്കേണ്ടത് ദാരിദ്ര്യം മാത്രമാണ്. അല്ല, അച്ഛൻ പറഞ്ഞ പോലെ അങ്ങനെ ഈ പൊളിറ്റിക്സ് കുറേ മതങ്ങൾ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ജാതികളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ റിസർവേഷനൊക്കെ വരും. ആൾക്കാരും ഇത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇസ്ലാം മതത്തിൽ പണ്ടൊക്കെ ഒരു 50 വർഷം മുമ്പ് ഒരാളെ സാമ്പത്തികമുണ്ട് ഒരു 3-4 വിവാഹം കഴിക്കുമായിരുന്നില്ല. ഇപ്പോൾ ഉണ്ടോ? ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പൊ കുറവാണ്, സമ്മതിക്കത്തില്ല. ശരിയല്ലേ? ഇപ്പൊ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടാവും ചിലരൊക്കെ, പക്ഷെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അത് ബാലുശ്ശേരി പറയുന്നത് കേട്ടു, എനിക്കൊരു ഒന്നും കൂടെ കഴിക്കില്ല, എന്നെ കഴിക്കണമെന്നുണ്ട്, എൻ്റെ ഓള് സമ്മതിക്കുന്നില്ല. അതൊരു വലിയ കാര്യമല്ലേ? അപ്പൊ ആ സ്ത്രീക്ക് അതിൻ്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു കൺസെപ്റ്റിനെ കൂടുതൽ ആൾക്കാർ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തൊരു കാര്യമാണ്. പണ്ടൊക്കെ അങ്ങനെ കല്യാണം കഴിച്ചിരുന്ന് പോയി വയ്യാത്ത ആൾക്കാർ, അതേപോലെ പിന്നെ ഭർത്താവ് യുദ്ധത്തിൽ മരിച്ച ഭർത്താവ് മരിച്ച, പോവാതിരിക്കാൻ വേണ്ടിട്ടൊക്കെ അങ്ങനെ
കുറെ ആൾക്കാരെ വിചാരം നമുക്ക് ഇങ്ങോട്ട് 4 ആൾക്കാരെ എപ്പോൾ പോയിട്ടും കെട്ടാണ്. അതിന് കുറെ ഇതുണ്ട്. സാമ്പത്തികം ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ കല്യാണം കഴിക്കുന്ന ആ നിയമം ശരിയല്ല. അല്ല അത് ഒരിക്കലും സാമ്പത്തിക അങ്ങനെ ചെയ്യരുത്. മറ്റ് സ്ത്രീ അവിടെ അടിമയായി പോകും. അതെ ശരിയല്ലേ? അതെ അതിന് കുറെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം ചില സമൂഹത്തിൽ അല്ല മിക്കയിടത്തും വിവാഹമോചനവും ഒക്കെ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്, അല്ലെ ചില മതങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ഓക്കെ, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ല, അടിവെച്ച് ജീവിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ഒരു ഡിന്നർ കഴിഞ്ഞു, അവർ പോകുന്നു, പിരിഞ്ഞു പോകുന്നു, ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ അതിന് പിള്ളേരെ വളർത്തുന്നതിനൊക്കെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അതൊന്നും ഞങ്ങളുടെ മതസമ്മതമായിട്ട് പറയുമ്പോൾ അത് ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ സെപ്പറേഷൻ ഞങ്ങൾ അനുവദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ മാറി താമസിക്കുക. പക്ഷെ വിവാഹമോചനം ഞങ്ങൾ സമ്മതിക്കുന്നില്ല. മതത്തിന്റെ ഇതില് വിവാഹമോചനം തീരെ പറ്റില്ല. പറ്റത്തില്ല, വിവാഹമോചനം പറ്റത്തില്ല. അല്ല, ഇപ്പൊ ഇസ്ലാമിലും ഞാൻ ഇതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ വിവാഹമോചനം നടക്കുമ്പോൾ ദൈവത്തിന്റെ സിംഹാസനം കുലുങ്ങും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. അച്ഛൻ നേരത്തെ പറഞ്ഞപ്പോൾ വാറ്റിക്കാൻ സിറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ പോപ്പിനാണല്ലോ അവിടുത്തെ ഫുൾ പവർ അല്ലേ വാറ്റിക്കാൻ സിറ്റിത്തെ? ഇല്ല, പോപ്പ് അതൊരു അനോമലി എന്ന് പറയും. ഒരു അനോമലി എന്ന് പറയുന്നത് എക്സെപ്ഷനാണ്. പോപ്പിന് അത്രയും 100 ഏക്കർ കൊടുത്തിരിക്കുകയാണ്, ഒരു രാജ്യമായിട്ട് ലോകം മുഴുവൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മിലിറ്ററിയും എല്ലാം ഇറ്റലിയുടെയാണ്. മിലിറ്ററി കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇറ്റലിയുടെയാണ്. സ്വന്തമായിട്ട് ഗാർഡ്സ് ഒക്കെ ഉള്ളതല്ലേ? ഗാർഡ്സ് അതൊരു ആലങ്കാരികമായിട്ടുള്ള ഗാർഡ്സാണ്. സ്വിസ് ഗാർഡ്സ്, സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ളവരാണ്. അവരുടെ ഒരു അതിനൊരു കഥയൊക്കെ ഉണ്ട്, പാരമ്പര്യമായിട്ട് പോപ്പിനെ സംരക്ഷിക്കുന്നതിന്. അതൊരു ആലങ്കാരികം. വാറ്റിക്കാൻ സിറ്റിയിൽ ഫുൾ കൺട്രോൾ അല്ല. പോപ്പിന് കൺട്രോളല്ല, അതൊരു രാജ്യത്തിന്റെ തലവനായിട്ട് ഇറ്റലി കൊടുത്തിരിക്കുന്ന ഒരു രാജ്യമായിട്ട് അതിനെ അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ അല്ല, എനിക്ക് അവിടുത്തെ വാറ്റിക്കൻ സിറ്റി തന്നെ സീക്രട്ട് ആർക്കൈവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 100 ഫുട്ബോൾ ഫീൽഡോളം വലുപ്പമുള്ള ഒരു ആർക്കൈവ്സ് ഉണ്ടല്ലോ, ചരിത്ര രേഖകളൊക്കെ സൂക്ഷിച്ച. അതിലോട്ട് ആർക്കും ആക്സസ് ഇല്ല. അതിലൊരുപാട് ആക്സസ് ഉണ്ടോ? പിന്നെ അതിന്റെ ഫോട്ടോകോപ്പി കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷെ നമ്മളത് അല്ലാതെങ്കിൽ അതിൻ്റെ ഒരു കാർബൺ ടെസ്റ്റ്. ഇന്നിപ്പം നമുക്ക് ഓരോന്നിനും കാർബൺ ടെസ്റ്റാണ്. അതിൻ്റെ എത്ര വർഷം പഴക്കമുണ്ട്. അതായത് ആഫ്രിക്കയിലാണ് മനുഷ്യൻ ജനിച്ചതെന്നാണ് പറയുന്നത്, മനുഷ്യൻ ഉണ്ടായത്. അപ്പോൾ 2 ലക്ഷം വർഷമായെന്നാണ് പറയുന്നത് മനുഷ്യനുണ്ടായിട്ട്. അബ്രഹാം ഉണ്ടായിട്ട് 5000 വർഷമായുള്ളൂ. സയൻസ് പറയുന്നത് 2 ലക്ഷം. പക്ഷേ അത് മാറ്റി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ നിന്നും ഒരു ശിലാശില്പം കിട്ടിയായിരുന്നു. ശിലാശില്പം എന്ന് പറയുമ്പോൾ കല്ലിൽ കുത്തിയ ഒരു ശില്പം. അതിൻ്റെ പഴക്കം നോക്കിയപ്പോൾ 3 ലക്ഷം വർഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനല്ലേ അത് കൊത്താൻ പറ്റത്തുള്ളൂ. ഇത് കാർബൺ ടെസ്റ്റിലൂടെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അല്ല ചുമ്മാ എനിക്ക് ഇതിന് 4 ലക്ഷം വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ടെസ്റ്റ് നടത്തി അത് കണ്ടുപിടിക്കുന്നത് സയന്റിഫിക് ആയിട്ട്. ഹോമോസേപ്പിയൻസ് 2 ലക്ഷം, അതിന് മുന്നേ സാമ്യമുള്ള മറ്റ് ഹോമോസേപ്പിയൻസ് സാമ്യമുള്ള മറ്റ് ജീവികൾ വിശേഷിപ്പിക്കാൻ 2 വർഷം എന്നുള്ളത് മാറ്റി എഴുതണം. കാരണം ആഫ്രിക്കയിൽ നിന്നുള്ള അതിൽ നിന്ന് ഇപ്പം മധ്യപ്രദേശിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അതിന് 3 വർഷം പഴക്കം ഉണ്ടെങ്കിൽ ഈ ശിലാശില്പം കണ്ട് അതിന് 3 ലക്ഷം വർഷം പഴക്കം ഉണ്ടെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് നമ്മളത് സയന്റിഫിക്കായിട്ട് മാറ്റും. ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇനി വേറൊരിടത്ത് വെച്ച് ഇത് കിട്ടുവാണെങ്കിൽ ടെസ്റ്റ് നടത്തി അന്നേരം സയൻസ് അതാണ് ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കും. മാറ്റം ഉണ്ടായിരിക്കും സയൻസിനകത്ത്. അല്ല, ഞാനിപ്പോൾ ഈ വത്തിക്കാൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കണ്ടായിരുന്നു അവിടെ ഒരു 25 വർഷത്തിൽ ഉള്ളിൽ തുറക്കുന്ന ഒരു ഒരു അറ പോലത്തെ ഒരു സംഭവം. അത് എന്താണെന്ന് എനിക്കൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ ഒരു ആചാരങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. അതായത് 25 വർഷം അങ്ങനെയൊക്കെ മെയിൻ വാതിൽ തുറക്കുന്നതൊക്കെ ഉള്ളത് ഒരു ആചാരം. അതിനകത്തൊന്നും വലിയൊരു ഒരു വിശ്വാസ സംഹിതയൊന്നുമല്ല. അത് വിശ്വാസത്തിൻ്റെ അതൊക്കെ ഒരു ആചാരങ്ങളാണ്. ഈ ബൈബിൾ മലയാളത്തിൽ ഫസ്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഏത് വർഷമാണ്? അതേപോലെ അത് അറാമിക് എന്നാണോ ട്രാൻസ്ലേറ്റ് ചെയ്തത്, അതോ വേറെ ഏതെങ്കിലും ലാംഗ്വേജ്? ഇബ്രോ അങ്ങനെ ഏതെങ്കിലും ലാംഗ്വേജ്? അല്ല, ബൈബിൾ എഴുതിയത് 3 ഭാഷകളിലാണ്. പഴയ നിയമവും പുതിയ നിയമവും ഉണ്ട്. ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളും ക്രിസ്തുവിന് മുമ്പുള്ള യഹൂദന്മാർ, നിങ്ങൾ തൗറാത്ത് എന്ന് പറയുന്നത്, തോറ എന്ന് പറയുന്നത്. അപ്പോൾ അതും പുതിയ നിയമം. അപ്പം തോറ എഴുതിയത് ഹീബ്രുവിലും അതുപോലെ തന്നെ ഗ്രീക്കിലുമാണ്. പിന്നെ പുതിയ നിയമം എഴുതിയത് വരുമ്പോൾ അറമൈക്ക് എന്ന് പറയുന്ന സിറിയക്ക് ലാംഗ്വേജ്. യേശു സംസാരിച്ച ഭാഷ സിറിയക്കായിരുന്നു, അറമൈക്ക് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ 3 ഭാഷയിലും
ഒറിജിനൽ എഴുതിയിട്ടുണ്ട്. പിന്നെ തർജിമയാണ് ഉണ്ടായത് മുഴുവനും. പിന്നെ അതിനകത്തൊന്ന് തർജ്ജിമ ചെയ്ത് ഇപ്പം യഥാർത്ഥത്തിലുള്ള മാനുസ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നത് ആദ്യത്തേതൊക്കെ വളരെ കുറച്ചൊക്കെ ഉള്ളൂ. 2-3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഇരിപ്പുള്ളൂ. അല്ല, കേരളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് കേരളത്തിൽ എൻ്റെ ഓർമ്മ ഇപ്പം അതിലടിച്ച് നോക്കണം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1800കളിലാണ് അത് ട്രാൻസ്ലേഷൻ വരുന്നത്. ഓക്കെ അച്ഛാ, പിന്നെ നമ്മളെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ജീസസ് ലിവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അതായത് വരാമായിരിക്കുമല്ലോ. ഞാൻ ഇന്നലെ പറയുമായിരുന്നു, ഇന്നലെ വേറൊരു ജീസസ് ഒരു ഹിന്ദു മതത്തിൽ രാധാകൃഷ്ണൻ, നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ്, പുള്ളി ഒരു വലിയ ഫിലോസഫറായിരുന്നു. അപ്പോൾ പുള്ളി പറയുന്നത് ഇവിടെയുള്ള പല അവതാരങ്ങളും ദൈവത്തെ അവതാരമായിട്ടാണ് കാണുന്നത്. രാമനൊരു അവതാരമാണ്, കൃഷ്ണനൊരു അവതാരമാണ്, ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 10 ദശാവതാരമാണ്. അതിൽ 9 കഴിഞ്ഞു. എപ്പോഴെല്ലാം തിന്മയുണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവം പല രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ദൈവം അവതരിച്ചിരിക്കുന്നു. ഇസ്ലാമിനെ കൺസെപ്റ്റേ പറ്റത്തില്ല. ദൈവത്തിന് അങ്ങനെ അവതരിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പം ദൈവം അങ്ങനെ അവതരിക്കുകയാണെങ്കിൽ ദൈവം ലിമിറ്റഡ് ആകുകയാണ്, ചുരുങ്ങിപ്പോവുകയാണെന്നാണ് ഇസ്ലാം കൺസെപ്റ്റ്. അപ്പോൾ അള്ളാ ആണ്. അപ്പം നമ്മളിപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു. നമ്മളാരും കണ്ടിട്ടില്ല, വിശ്വസിക്കുകയാണ്. ക്രിസ്തു പക്ഷേ ക്രിസ്തു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് കറക്റ്റാണ്. പിന്നെ നിത്യജീവിതത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? ക്രിസ്തുവിന് ശേഷം വന്ന മുഹമ്മദ് നബിയും പറഞ്ഞിരിക്കുന്നത് നിത്യജീവിതമുണ്ട്, അനശ്വരത, ഒരു ജീവിതമുണ്ടെന്ന്. ഇതൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. ഇതിനു വേണ്ടി ദൈവത്തിന് വേണ്ടി നമ്മൾ അടിവെച്ച് മരിക്കരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ, ശരിയല്ലേ? നമ്മൾ ലവ് ഈസ് ഗോഡ്, സ്നേഹത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക. ഇനി അച്ഛൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഞങ്ങൾക്കിപ്പോൾ നോമ്പ് വരാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് നോമ്പ് രാവിലെ പിന്നെ വ്രതം എടുത്ത് തുടങ്ങിയാൽ പിന്നെ വൈകുന്നേരം ബ്രേക്കിങ്ങിനൊക്കെ ഒരു ടൈമുണ്ട്. അതുപോലെ അതുവരെ ഒന്നും കഴിക്കാൻ പറ്റില്ല, വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയിൽ നോമ്പ് എങ്ങനെയാണ്? ഞങ്ങളുടെ നോയമ്പ് കുറച്ചും കൂടെ ശക്തമാണെന്ന് ഞാൻ പറയും. കമ്പയർ ചെയ്യാനല്ലേ നിങ്ങൾ പറഞ്ഞത്. നിങ്ങളിപ്പം രാവിലെ 6 മണിക്ക് നോയമ്പ് തുടങ്ങുന്നു, വൈകുന്നേരം 6 മണിക്ക് മുറിക്കുന്നു. ഞാൻ ഉറങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ ഉറങ്ങുന്നു. ചിലപ്പോൾ ഞാൻ 4 മണിക്ക് കിടന്നാൽ വൈകിട്ട് 8 മണിക്ക് എഴുന്നേൽക്കുന്നു. ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ പോയിരുന്നു ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് എടുക്കുന്നു, കഴിക്കുന്നു, എൻ്റെ വർക്കുകൾ ചെയ്യുന്നു രാവിലെ വരെ. എൻ്റെ ഉറക്കം തീർന്നു. എൻ്റെ ഉറക്കം എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണമാണ്. നിങ്ങൾ ഈ പകൽ മുഴുവൻ ജോലി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് രാത്രി ഒരു പർട്ടിക്കുലർ സമയമാകുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്നു. ആ ഉറക്കം നിങ്ങളങ്ങ് തുടരുന്നു. ചിലപ്പോൾ രാവിലെ നിങ്ങൾക്ക് 5 മണിക്ക് എഴുന്നേക്കണമെങ്കിൽ നിങ്ങൾ അലാം വെച്ച് എഴുന്നേക്കും. അപ്പോൾ ഇസ്ലാമിൽ നിങ്ങൾ നോയമ്പിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, പക്ഷേ അതിനകത്തൊരു ത്യാഗം എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ മുതൽ ഈ ഭക്ഷണം കഴിക്കാതെ നിന്ന് ജോലി ചെയ്യുന്നു, അതൊരു ത്യാഗമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോയമ്പ് മുറിക്കുകയാണ് ചെയ്യുന്നത്. വൈകിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം. മനുഷ്യന് 12 മണിക്കൂറിൽ 3 നേരം കഴിച്ചാൽ മതി, 3 ഒരു നേരം കഴിച്ചാൽ മതി. ചിലയിടത്ത് ഈ യൂറോപ്പിൽ ചില സിസ്റ്റം, ജർമ്മൻ സിസ്റ്റമൊക്കെ അനുസരിച്ച് ഒറ്റ നേരം ഭക്ഷണം. വൈകുന്നേരം 5 മണിക്ക് വന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കഴിക്കുന്നത്. അവർ 8 മണി വരെ ആദ്യമേ ഇച്ചിരി സ്നാക്സ്, ബിയർ അല്ലെങ്കിൽ ചെറിയ ഹോട്ട്. ഈ കള്ള് കുടിക്കുന്നതിനെ കുറിച്ചും കൂടെ പറയാം. കള്ള് എപ്പോഴും കുടിക്കുമ്പോൾ ബ്രാൻഡി കുടിക്കുന്ന ഒരാൾ ഒരിക്കലും മിക്സ് ചെയ്യരുത് ഭക്ഷണമായിട്ട്. അതാണ് ഇവിടുത്തെ തിയറി, ഡോക്ടേഴ്സിൻ്റെ തിയറി അതാണ്. കാരണം അത് നമ്മുടെ ഭക്ഷണത്തിന് നമ്മളെ ഏറ്റവും കൂടുതൽ ഡൈജഷൻ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് സലൈവ. സലൈവ നമ്മൾ ഇറക്കി കഴിയുമ്പോഴാണ് വിശപ്പ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ഭക്ഷണത്തിനെ സഹായിക്കുന്നത്, ഇപ്പം നമ്മൾ കള്ള് കുടിച്ചിട്ട് നമ്മൾ ഭക്ഷണവും കൂടെ കഴിച്ചാൽ ആ ഭക്ഷണം വേസ്റ്റാണ്. അത് തന്നെ ഡൈജസ്റ്റായി 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാവുള്ളൂ. നമ്മുടെ എത്ര കുടിയന്മാർക്കറിയാം, ഇതൊന്നും അറിയത്തില്ല. ഇതെല്ലാം കൂടെ വലിച്ച് കുറേ ആർത്തി കുറേ ഭക്ഷണം കഴിച്ചങ്ങ് തീർക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നും നമ്മൾ ഭക്ഷണം ഈ കള്ള് കുടിക്കുന്നത് എന്തിനാണ്?
ഇൻടോക്സിക്കേഷന് വേണ്ടിയാണ്, തൊട്ടില്ല എന്നുള്ള ഒരു അനുഭവത്തിന് വേണ്ടിയാണല്ലോ പലരും കുടിക്കുന്നത്. അല്ലാതെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയൊന്നും അല്ല നമ്മുടെ നാട്ടിലുള്ള കണ്ടുകൂടി. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ നോയിമ്പ് ഇപ്പോൾ 6 മണിക്ക് അല്ല 6 മണി മുതൽ 6 മണി വരെ ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, എന്തും കഴിക്കാം ഇല്ലേ, ഇറച്ചി മീനും മുട്ടയൊക്കെ കഴിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 50 ദിവസം നോയിമ്പുണ്ട് ഈസ്റ്ററിന് മുമ്പായിട്ട്. അവിടെ ഞങ്ങൾ നോയിമ്പ് നോക്കുന്നവർ നിർബന്ധിതമല്ല, നിർബന്ധിതമാണ്. 2 ദിവസം സഭയുടെ നിയമം അനുസരിച്ച് ഈ കരി വരയ്ക്കുന്ന ഒരു ദിവസമുണ്ട് നോയിമ്പ് തുടങ്ങുന്ന അന്നും. അതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ചയും നോയിമ്പ് മസ്റ്റാണ് സഭയുടെ ഇതനുസരിച്ച് എല്ലാവരും ലോകം മുഴുവനും. പിന്നെ ഓരോ പ്രാദേശിക സഭയ്ക്കും ഇത് കൊടുത്തിരിക്കുകയാണ്. കേരളത്തിൽ നമ്മൾ എടുക്കുന്ന നോയിമ്പ് എന്ന് പറയുന്നത് ഓരോ രാജ്യത്തും ഓരോ രീതി നോയിമ്പ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 50 ദിവസത്തെ നോയിമ്പാണ് ഞങ്ങൾ എടുക്കുന്നത്. അവിടെ ഇറച്ചി മാംസമാണ് വർജിക്കുന്നത്. പക്ഷെ ഇപ്പോഴുള്ളത് മാംസം വേണ്ടെന്ന് വെക്കുകയാണ് സഭയുടെ നിയമം, അവിടുത്തെ കേരള സഭയുടെ നിയമം. പക്ഷേ പൈതൃകമായിട്ട് പാരമ്പര്യമായിട്ട് നമുക്ക് ചില നോയിമ്പിൻ്റെ ആചാരങ്ങളുണ്ട്. ഇറച്ചി വേണ്ടെന്ന് വയ്ക്കണം. അതുപോലെ തന്നെ മീൻ എടുക്കാത്തവരുണ്ട്, ഇറച്ചി മീൻ ഉപേക്ഷിക്കുന്നവരുണ്ട്, മുട്ട ഉപേക്ഷിക്കുന്നവരുണ്ട്, പാൽ ഉപേക്ഷിക്കുന്നവരുണ്ട്. ഈ 50 ദിവസവും ഇത് കഴിക്കുന്നില്ല. നോയിമ്പ് കറക്റ്റായിട്ട് എടുക്കുന്നവർ രാത്രിയിലോ പകലോ ഇത് കഴിക്കത്തില്ല. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഭക്ഷണം ജോലി ചെയ്യണം. ജോലി ചെയ്യുന്നതിന് പിന്നെ ഏറ്റവും നല്ലത് ഇപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ലിവറിന് അത്രയും നല്ലതാണ്. നമ്മുടെ ലിവറിന് അത്രയും നല്ലതാണ് ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ. കാരണം ഇത് മുഴുവൻ, ഇതിൻ്റെ ഫാറ്റ് മുഴുവൻ ലിവറിലല്ലേ സ്റ്റോറേജ് ചെയ്യുന്നത്. ഇത് എനർജി ആയിട്ട് പോകുന്നില്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കാലക്രമേണ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മദ്യം കഴിക്കുന്നതുകൊണ്ട് മാത്രമല്ല ഒരു മനുഷ്യന് സിറോസിസ് വരുന്നത്. മദ്യം കഴിക്കില്ലല്ലേ ഈ നോമ്പിൻ്റെ ടൈമിൽ? ഏതെ ഈ 50 ദിവസം അങ്ങനെയല്ല ഉപേക്ഷിക്കുന്നവർ മാംസം കഴിക്കരുതെന്നേ ഉള്ളൂ സഭയുടെ നിയമത്തിൽ. സഭയുടെ നിയമത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോ ഞങ്ങൾ കേരള കത്തോലിക്ക സഭയുടെ നിയമത്തിൽ. അതേപോലെ ഡെയിലി പള്ളിയിൽ പോവുക അങ്ങനെ എന്തെങ്കിലും? ഇതെല്ലാം ഞങ്ങൾക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്നുള്ളത് ഒബ്ലിഗേഷനാണ്. ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഉള്ളത് ഞങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ ഒബ്ലിഗേഷനാണ്. അങ്ങനെ പോകുന്നില്ലെങ്കിൽ അത് പാപമായിട്ടാണ് കൂട്ടുന്നത്. ഇപ്പം ഞാനൊരു അച്ഛനാണ്, എനിക്ക് കുർബാന ചെല്ലണമെന്ന് ഒബ്ലിഗേഷൻ ഇല്ല. പക്ഷെ ഞായറാഴ്ച കുർബാന കാണണമെന്ന്, ഞായറാഴ്ച ഏതെങ്കിലും ഒരു അച്ഛൻ കുർബാന ചെല്ലുമ്പം അതിൽ സംബന്ധിക്കണമെന്നുള്ളത് എൻ്റെ ഒബ്ലിഗേഷനാണ്, എൻ്റെ കടമയാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പം ഞാൻ യോഗ്യനല്ലെങ്കിൽ കുർബാന ചെല്ലണമെന്ന് സഭ പറയുന്നില്ല. എനിക്ക് കുർബാന ചെല്ലാനായിട്ടുള്ള യോഗ്യതയില്ല. യോഗ്യത ഇരുന്നവർ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ട്, എനിക്ക് ചെല്ലാൻ പാടില്ലെന്നുള്ളതാണ്. അല്ല പിന്നെ ഞങ്ങൾക്ക് കുമ്പസാരമുണ്ട്. കുമ്പസാരം സ്പെസിഫിക് ഡേ ചെയ്യണം എന്നൊക്കെ ഉണ്ടോ? വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുമ്പസാരിക്കണമെന്നുണ്ട്. അതെപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അതെപ്പം വേണമെങ്കിലും ചെയ്യാം. വർഷത്തിൽ ഒരു പ്രാവശ്യം. അത് പിന്നെ ഈ കുമ്പസാരം കേൾക്കുന്ന ആള് ഇങ്ങനെ ഒരു ഫാദർ ആയിരിക്കണം എന്നില്ലേ? ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഫാദറിനെ വന്നിട്ട് കുമ്പസരിക്കുന്ന ആൾക്കാർ മലയാളീസ്, മലയാളിയും പോളിഷുകാരും ഇംഗ്ലീഷിലും ഒക്കെ. പിന്നെ കുമ്പസാരത്തിൽ നമ്മളൊരു പാപമോചനമാണ് കൊടുക്കുന്നത്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ അവൻ്റെ പാപം മോചിക്കുകയാണ് ചെയ്യുന്നത്. പാപം അതോടൊപ്പം തന്നെ അവന് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം എന്ന് പറയും, അതൊരു പ്രാർത്ഥനയായിരിക്കും. അപ്പം നമ്മളത് പറഞ്ഞു കൊടുത്താൽ മതി. അല്ല ഉപദേശം കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം പാപം മരണം ഉണ്ടായാൽ പോലും അത് വെളിപ്പെടുത്താൻ പാടില്ല. എവിടെയും പറയാൻ പറ്റില്ല, ഒന്നും എവിടെയും പറയാൻ പറ്റത്തില്ല. കുമ്പസാര രഹസ്യം ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാലോ? അച്ഛൻ ഞങ്ങള് ഒരു ഗിഫ്റ്റ് അച്ഛന് തരാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഗസ്റ്റിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അച്ഛനെ ഞങ്ങളൊക്കെ വന്നതിന് താങ്ക്സ് ഫോർ. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങളുണ്ടായിരിക്കും. എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സ്നേഹമാണ് ഏറ്റവും വലുത്, സ്നേഹമാണ് ദൈവം, അത് മാത്രമേ ഉള്ളൂ. അതിനെതിരായിട്ട് ആരെല്ലാം പ്രവർത്തിച്ചാലും അതിനൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല. ഗാസയിലാണേലും ജനത്തെ കൊല്ലുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്, അത് അങ്ങേയറ്റത്തെ തെറ്റാണ്. വേറെ രീതിയിൽ നമ്മൾ പരിഹരിക്കണം. ഒരു കൊല നടന്നതുകൊണ്ട് വേറൊരു കൊല ചെയ്യുന്നത് ശരിയല്ല.
അപ്പം എന്നാൽ നമുക്ക് വേറൊരു ദിവസമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ കണ്ടതിലും നിങ്ങളോടുമായിട്ട് സംസാരിക്കാനും ഒക്കെ കാരണം ഒരുപാട് നമ്മൾ ഇത്രയും നിങ്ങൾ 3 മുസ്ലിം പിള്ളേർ അല്ലേ, ഞാനൊരു ക്രിസ്ത്യൻ ഫാദർ, ഇത്രയും ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഐക്യമാകാം എന്നുള്ള വലിയൊരു സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുന്നത് യൂട്യൂബിലൂടെ. നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാം, നമുക്ക് ഉള്ളതൊക്കെ വ്യത്യസ്തതയുണ്ട്, എല്ലാവരും കേൾക്കണം, എല്ലാവരും കേട്ട് പഠിക്കണം, ഞങ്ങൾ എപ്പോഴും പറയുന്ന എല്ലാം കേട്ട് മനസ്സിലാക്കണം, എന്താണ് ശരിയെന്ന് എല്ലാം സ്വീകരിക്കണം. ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. എൻ്റെ മതം, അതായത് കഴിഞ്ഞ പോപ്പ് പറഞ്ഞ് എല്ലാവരും പറയുന്നതാണ്, അതുപോലെ തന്നെ അതാണ് നമ്മുടെ ഡെമോക്രസി. അത് പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ക്രിസ്തു അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം. പക്ഷെ കൃഷ്ണൻ ദൈവമല്ലെന്നോ അള്ളാ ദൈവമല്ലെന്നോ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് നമ്മൾ മറ്റുള്ളവരെ ചൊറിയാൻ പോകരുത്. നമ്മൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചോളൂ. ശരിയല്ലേ? അതെ, ഓക്കെ. അപ്പം വേറൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫാദർ. ഓക്കെ, ബൈ.